ഓക്കെ, നമുക്ക് ബയോട്ട് സവാർട്ട് ലോയിലേക്ക് പോകാം. ബയോട്ട് സവാർട്ട് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റൈസ് ചെയ്യുമ്പോൾ ഇത്രമേ ഉള്ളൂ പറയാൻ. നോക്കുക, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ്, ഏതെങ്കിലും ഷേപ്പ് ആയിക്കോട്ടെ. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, നമുക്കറിയാം കറണ്ട് കടന്നു പോകുന്ന സമയത്ത് when current passes through this conductor, what happens? Magnetic field is produced. ഞാൻ ഓൾറെഡി പറഞ്ഞു, കറണ്ടിനെ ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കറണ്ടിനെ ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നോക്ക, അപ്പൊ ഇതിലൂടെ കറണ്ട് കടത്തി വിടുന്ന സമയത്ത് ചുറ്റുപാടും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഞാനിപ്പോ എടുക്കുന്ന പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് ആണ്. പി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്നും 6 ദൂരത്തിലാണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്നും 6 ദൂരത്തിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും എന്ന് എനിക്ക് അറിയണം. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിനൊക്കെ പ്രപ്പോർഷണൽ ആയിരിക്കും? സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഞാനിപ്പം ചെറിയൊരു എലമെന്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയ എലമെന്റ് പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഓഫർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ആണെന്ന് കരുതിക്കോ, ചെറിയ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഡി ബി എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ കൺസിഡർ ചെയ്ത ലെങ്തിന്, ഡി എൽ എന്ന് പറയുന്ന ലെങ്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ കൺസിഡർ ചെയ്ത കറണ്ട് എലമെന്റും ഇവിടെ ഫോം ചെയ്ത ആംഗിൾ കണ്ടോ, ഈ ആംഗിളിന്റെ സൈൻ തീറ്റയ്ക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തപ്പോൾ, എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തപ്പോ അവർക്ക് എന്ത് കിട്ടി? ഐഡിയൽ സൈൻ തീറ്റ ബൈ കിട്ടി. They got ideal sin theta by r square. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ സൈൻ കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു? μ0/4π എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ബയോട്ട് സവാർട്ട് ലോയുടെ ബേസിക് എക്സ്പ്രഷൻ കിട്ടി. dB is equal to μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടി. ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് ബയോട്ട് സവാർട്ട് ലോയുടെ ബേസിക് ഫോം. പക്ഷെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ അത് മാത്രം മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് മാത്രം പോരാ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഫോർ എ സ്മോൾ കറണ്ട് എലമെന്റിന് ബാധകമാകുന്ന ഇക്വേഷൻ ആണ് dB is equal to μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ശരിക്കും ബയോട്ട് സവാർട്ട് ലോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും 4 ഇക്വേഷൻസ്, 4 അല്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ 5 ഇക്വേഷൻസ് പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ എൻട്രൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവില് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ 5 പോസിബിലിറ്റി ആണുള്ളത്. അപ്പൊ ഞാൻ 5 പോസിബിലിറ്റി ഒരെണ്ണം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടി. അത് ബേസ് ഫോം ഓഫ് ബയോട്ട് സവാർട്ട് ലോ ആണ്. μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അത് എങ്ങനെ ഓർത്ത് വെക്കണം? ഫോർ എ സ്മോൾ കറണ്ട് എലമെന്റ് എന്ന് പറഞ്ഞാണ് ചോദ്യം വരുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ dB is equal to μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. പക്ഷെ ഫോർ എ സ്ട്രൈറ്റ് ഇൻഫിനിറ്റ് കണ്ടക്ടർ എന്നാണെങ്കിൽ ഇക്വേഷന് മാറ്റമുണ്ട്. ഫോർ എ സ്ട്രൈറ്റ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം ഇക്വേഷൻസ്. നമ്മളിപ്പോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ആവശ്യമുണ്ട്. ഫോർ എ സ്മോൾ കറണ്ട് എലമെന്റ് ആണെങ്കിൽ ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ്. dB is equal to μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ വാലിഡ് ആണ്. ഒരു കുഴപ്പമില്ല. എന്നാൽ ഫോർ എ സ്ട്രൈറ്റ് ഇൻഫിനിറ്റ് കണ്ടക്ടർ എന്നാണെങ്കിൽ, ഫോർ എ സ്ട്രൈറ്റ് ഇൻഫൈനൈറ്റ് കണ്ടക്ടർ ആണെങ്കിൽ ഇക്വേഷൻ വ്യത്യാസമുണ്ട്. ഫോർ എ സ്ട്രൈറ്റ് ഇൻഫൈനൈറ്റ് കണ്ടക്ടർ ആണെങ്കിൽ magnetic field B is equal to, you have to take magnetic field B is equal to μ0/4π 2I/x ആയിരിക്കും കേട്ടോ. The equation is μ0/4π 2I/x.
കേൾക്കുന്നുണ്ടോ നിങ്ങള്? കേൾക്കാം സാർ. കേൾക്കാം. ഇക്വേഷൻ വേണം കേട്ടോ, ഇക്വേഷൻ നോട്ട് ചെയ്യണം. B is equal to mu0/4 2I/x ആയിരിക്കും. എന്നാല് ഇത് ഫോർ എ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് കണ്ടക്ടർ ആണ്. ഫോർ എ സ്ട്രെയിറ്റ് ഫൈനൈറ്റ് കണ്ടക്ടർ ആണെങ്കിലോ ഇക്വേഷൻ ചേഞ്ച് ആണ്. 5 ഇക്വേഷൻസ് റീകളക്ട് ചെയ്യണം ലാസ്റ്റില്. അപ്പം ഫോർ എ സ്മോൾ കറണ്ട് എലമെന്റ് ആണെങ്കിൽ dB ആണ്. mu0/4 ഐഡിയൽ സൈൻ തീറ്റ ബൈ r² ആണ്. ഫോർ എ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ ആരെങ്കിലും ഓഡിയോ അൺമ്യൂട്ട് ആയിട്ടിരിപ്പുണ്ടോ? ഫോർ എ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ B is equal to mu0/4 2I/x ആണ്. ഫോർ എ സ്ട്രെയിറ്റ് ഫൈനൈറ്റ് കണ്ടക്ടർ ആണെങ്കിൽ ഇക്വേഷൻ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫൈനൈറ്റ് കണ്ടക്ടറിന്റെ കേസ് എനിക്ക് തോന്നുന്നു 2019 ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. mu0/4 I/x into sin θ1 plus sin θ2. This equation is very very important. Finite conductor സ്ഥിരമായി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. mu0/4 I/x into sin θ1 plus sin θ2. ആ ഇക്വേഷൻ നോട്ട് ചെയ്തോ നിങ്ങള്? നോട്ട് ചെയ്തായിരുന്നോ? ആദ്യം പറഞ്ഞ ഇക്വേഷൻ ഫോർ എ സ്മോൾ കറണ്ട് എലമെന്റിന്റെ ആണ്. രണ്ടാമത്തെ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് കണ്ടക്ടറിന്റെ ആണ്. മൂന്നാമത്തേതോ സ്ട്രെയിറ്റ് ഫൈനൈറ്റ് കണ്ടക്ടറിന്റെ ആണ്. ഇനി മറ്റൊന്ന് സർക്കുലർ ലൂപ്പ് ആണെങ്കിൽ, ഫോർ സർക്കുലർ ലൂപ്പ് ആണെങ്കിൽ എന്ത് വരും? B is equal to mu0/4 നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ഇത് 2π NIR² 2π NIR² into ബൈ താഴെ ആര് വരുന്ന അറിയാം r² plus x² the whole raised to 3/2. 3/2 ആണ്. 3/2 raised to 3/2. For circular loop it is mu0/4 2π NIR² by r² plus x² the whole raised to 3/2 ആണ്. 3/2. And the last one for circular loop at the center ആണെങ്കിൽ ഇത് ശരിക്കും ഫോർ സർക്കുലർ ലൂപ്പ് അറ്റ് എ പോയിന്റ് ഓൺ ഇറ്റ്സ് ആക്സിസ് ആണ് കേട്ടോ. ആക്സിസിൽ എവിടെങ്കിലും ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയത്. അറ്റ് ദ സെന്റർ ആണെങ്കിൽ ഈ ഇക്വേഷൻ ചെറുതായിട്ട് മാറും. B is equal to mu0/4 2π NI/r എന്ന് വരും. അതായത് ഈ x² അങ്ങ് 0 ആയി പോകും. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ mu0/4 2π NI/r എന്ന് വരും. 5 ഇക്വേഷൻസ് കിട്ടിയോ? അഞ്ച് ഇക്വേഷൻസ് നിങ്ങൾക്ക് കിട്ടിയോ? ഈ 5 ഇക്വേഷൻസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ 5 ഇക്വേഷൻസ് അറിയാതെ ഒരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ബയോട്ട് സവാർട്ട് ലോ ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ എൻട്രൻസിന് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യമായ ഡെറിവേഷൻസും കാര്യങ്ങളും ഒന്നും വേണ്ട. നമുക്ക് പക്ഷെ 5 ഇക്വേഷൻസ് വെൽ നോൺ ആയിരിക്കും. ഈ 5 ഇക്വേഷൻസ് അറിയാമെങ്കിൽ BS ലോയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിനും, ബയോട്ട് സവാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. 5 ഇക്വേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചായിരുന്നോ? നോട്ട് ചെയ്തു. ഓക്കെ. അങ്ങനെയെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യണം. നല്ല ചോദ്യമാണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് കുറെ കൺസെപ്റ്റ് അടങ്ങിയിരിക്കുന്നത്. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് എടുത്തത് എക്സാമ്പിളായിട്ട് നിങ്ങളെ കാണിക്കാനുള്ള സമയം നമുക്ക് പരിമിതമായതുകൊണ്ട് 1-2 കൺസെപ്റ്റ് ഒരുമിച്ച് ക്ലബ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ് ഞാനിപ്പോ എടുത്തേക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് മെറ്റീരിയലിനകത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. അതും ചെയ്യേണ്ടതായിട്ടുണ്ട്. എ ചാർജ് ഓഫ് 1 കൂളം, ശരിക്കും ഈ കുളമ്പ് എന്ന് പറയല്ലെന്നാണ്, കുളോംന്നേ പറയാവൂ. നിങ്ങൾ കുളോം എന്ന് പറഞ്ഞാൽ മതി. കുളമ്പെന്ന് എഴുതുവാണെങ്കിലും കുളോം എന്ന് വായിച്ചാൽ മതി. എ ചാർജ് ഓഫ് 1 കൂളോം
is placed at one end of a non-conducting rod of length 0.6 meter. The rod is rotated in a vertical plane about a horizontal axis passing the other end of the rod with angular frequency 10 raised to 4 pi rad per second, radian per second ulla meaning, rad per second. Questioning kettronam. Find the MF means magnetic field. Find the magnetic field at a point on the axis of rotation at a distance of 0.8 meter, at a distance of 0.8 meter from the center of the path. Now, നമുക്ക് ആദ്യം കിട്ടേണ്ട idea which equation we will use, because we have 5 equations for Biot-Savart law. From that we will choose which equation. That's a question. Can you say which is the equation? ഏത് equation ആണ് കിട്ടിയോ? Axis ന്റെ equation ആണ്. കാരണം from the അതായത് center of the path ൽ നിന്നും ഇത്ര ദൂരെ എന്ന് പറയുമ്പോൾ axis ആണ് വരിക. സെന്ററിൽ നിന്നും ഇത്ര ദൂരെ അവർ പറയുന്നുണ്ട്, സെന്ററിൽ നിന്നും ഇത്ര ദൂരെയാന്ന് പറയുന്നുണ്ട് അല്ലേ? സെന്ററിൽ നിന്നും ഇത്ര ദൂരെ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലാണ്. അപ്പൊ ആക്സിസിന്റെ ഇക്വേഷൻ വേണം എടുക്കാനായിട്ട്. μ0/4π 2π NIR² plus x² the whole raised to 3/2 വേണം യൂസ് ചെയ്യാൻ. അപ്പൊ ഫസ്റ്റ് ഏത് ഇക്വേഷൻ ആണെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. B is equal to ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ we can't proceed. It is μ0/4π 2π NIR². I hope you have this equation with you. By R² plus x² the whole raised to 3/2. ഇവിടെ പ്രത്യേകിച്ച് നമ്പർ ഓഫ് ടേൺസിന്റെ കാര്യം ഒന്നും പറയാത്തതുകൊണ്ട് എന്നിനെ 1 എന്ന് എടുത്താൽ മതി. അപ്പൊ എന്നെ കളഞ്ഞേക്കാം. എന്നെ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ആ ഇഫക്റ്റ് തന്നെ വരത്തുള്ളൂ. അപ്പൊ എന്നെ 1 ആയിട്ട് എടുക്കുക. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്, എന്തൊക്കെ ഫാക്ടേഴ്സ് ഇല്ല, വാട്ട് ഓൾ ഫാക്ടേഴ്സ് ആർ ഗിവൺ ദെയർ. അത് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഉണ്ട്. എക്സ് എത്രയാ? സെൻട്രൽ നിന്നുള്ള ദൂരമാണ് 0.8 മീറ്റർ. ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എക്സ് ഈസ് ഗിവൺ ദ ക്വസ്റ്റ്യൻ. റേഡിയസ് ഈസ് ഓൾസോ ഗിവൺ ദെയർ. റേഡിയസിന് എടുക്കാൻ പറ്റുന്ന ദൂരം ഏതാ? 0.6 മീറ്റർ അല്ലേ? രണ്ട് ദൂരം മസ്റ്റ് ആയിട്ട് ക്വസ്റ്റിനകത്ത് ഉണ്ടാവും. അതില് ആക്സിസ് വരെയുള്ള ദൂരം എക്സ് ആയിട്ട് എടുക്കുക, മറ്റേ ദൂരം റേഡിയസ് ആയിട്ട് എടുക്കുക. അപ്പൊ 6 എക്സും നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി എന്തൊക്കെ ഇല്ല? അപ്പൊ μ0/4π നമുക്ക് കൊടുക്കാവുന്നുള്ളൂ. നമുക്ക് അതിന്റെ വാല്യൂ അറിയാം. μ0/4π വാല്യൂ എത്രയാ? μ0/4π വാല്യൂ എത്ര വരും? നിങ്ങൾ പഠിച്ച പോലെ 10⁻⁻7 അല്ലേ? μ0/4π എന്ന് പറഞ്ഞാൽ 10⁻⁻7 എന്നാണ്. μ0/4π
ന്യൂമറിക്കൽ വാല്യൂ എത്രയാ? 10⁻⁻7. അപ്പൊ ഇത്രത്തിന് പകരം നമുക്ക് 10⁻7 കൊടുക്കാം. എക്സിന് പകരം കൊടുക്കാനുള്ള വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, ആറിന് പകരമുണ്ട്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. എക്സ് മാറും തരും. നമുക്ക് പ്രോബ്ലം എന്താ? ഇനി 2 ഉണ്ട്, 5 ഉണ്ട്, ഐ ഇല്ല. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നമ്മുടെ കയ്യിൽ 6 ഉണ്ട്, എക്സ് ഉണ്ട്, μ0/4π വാല്യൂ ഉണ്ട്, 2 into 3.14 ഉണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ടു ഫൈൻഡ് ഐ. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇവിടെ ഐ മാത്രം മിസ്സിംഗ് ആണ്, ഐ ഇല്ല. സോ യു ഹാവ് ടു ഫൈൻഡ് ഐ. how will you find I? You know current I is equal to Q by T. കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ടൈം ആണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. That Q by T means Q into 1 by T, right? 1 by T. What is 1 by T? 1 by T എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ആണ്. അപ്പൊ നമുക്ക് Q ഇൻറ്റു ഇതിനെ ന്യൂ എന്ന് എഴുതാം. ഇറ്റ് ഈസ് ആക്ച്വലി ഫ്രീക്വൻസി. Q ന്യൂ എന്ന് എഴുതാണ്. 1/2 is ഫ്രീക്വൻസി. Q ന്യൂ അല്ലെ? ന്യൂവിന് പകരം ω/2π എന്ന് എഴുതാം എന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം ഓസിലേഷൻസിനകത്തും വേവ്സിനകത്തും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ന്യൂ ഇസ് ആക്ച്വലി ω/2π. Charge is given in the question as 1 coulomb, so substitute 1. Okay, what is omega? Omega is angular frequency. It is clearly given in the question 10⁻⁴ So instead of omega 10⁻⁴ കൊടുത്തു by 2π. So cancel this pi and pi. It becomes 10⁻⁴/2. What is 10⁻⁴/2? നിങ്ങൾ ചെയ്തു നോക്ക്, എത്ര വരും നോക്ക്. 10⁻⁴/2 ചെയ്തു നോക്ക്, and you will get some answer here, and put that answer in this equation and solve, and you will get the answer. പെട്ടെന്ന് കൊടുക്കാമോ? μ0/4π 10⁻⁻7 കൊടുക്കുക. 2 into 3.14 into I ഇതാ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, അത് കൊടുക്കുക. R is in the question, X is in the question. Just substitute. I will give you 60 seconds time. Please solve. സ്റ്റെപ്സ് കിട്ടിയോ? നിങ്ങൾക്ക് ചെയ്യാനുള്ള ഐഡിയ കിട്ടിയോ? Yes, sir. ഓക്കെ. ബാക്കിയുള്ളവർക്കൊക്കെ ആ ഐഡിയ കിട്ടിയോ? Yes, sir. Yes, sir. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഐ കണ്ടുപിടിക്കുക. ജസ്റ്റ് ഒന്ന് ഐ കണ്ടുപിടിക്കുക, ഇതിനോട് കൊടുത്താൽ മാത്രം മതി. കുറെയൊക്കെ പെട്ടെന്ന് കട്ടായി പോവുക ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നോക്കിയേ, ചെയ്ത് നോക്കി. സ്റ്റെപ്സ് എഴുതി എന്തായാലും മാക്സിമം സിംപ്ലിഫൈ ചെയ്യാം. എത്ര കിട്ടുന്നു നോക്കട്ടെ, അപ്രോക്സിമേറ്റ് ആയാലും മതി. എൻട്രൻസ് നമുക്ക് ഓപ്ഷൻ കൂടെ തരുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ I is equal to Q by T വരുന്നു, അല്ലെങ്കിൽ Q ന്യൂ വരുന്നു. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, അത് ശ്രദ്ധിച്ചോണം നിങ്ങൾ.
കിട്ടിയോ മക്കളെ? ഐ എത്ര കിട്ടും? നിങ്ങൾ വെറിയിടൊന്നും ആവണ്ട. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 2 minutes വീതം കിട്ടും. പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇതെനിക്ക് തോന്നുന്നു 5 × 10⁻³ എന്നങ്ങാണ്ട് വരത്തില്ല ചെയ്യുമ്പോ? Yes, sir. വരും. 5 × 10⁻³ എന്ന് വരും. അല്ലെങ്കിൽ 10,000/2, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ വരും. അതിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പുട്ട് ചെയ്താൽ മതി. പുട്ട് ചെയ്ത് നിങ്ങൾ വളരെ പതുക്കെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സാർ അങ്ങ് പറഞ്ഞേക്കാം. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇറ്റ് ഈസ് 1.13 × 10⁻³ വരും. ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്രോക്സിമേറ്റ് ഇത് വരുന്നോ നോക്കിയാൽ നിങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്ത് നോക്കിയാൽ മതി. 1.13 × 10⁻³ ടെസ്ല വരുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി. ചെയ്ത് നോക്കാമോ? വീട്ടിലിരുന്ന് നോക്കാമോ? വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുമോ? Yes, sir. നമുക്ക് സമയം കളയാതെ 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങ് നോക്കാൻ വേണ്ടി. അപ്പൊ സാറിന് ക്വസ്റ്റ്യൻ ചെയ്യാനും എളുപ്പമുണ്ട്. എന്തോ ചോദിച്ചോ? എന്തെങ്കിലും ചോദിച്ചോ? ആരില്ലെന്നും ചോദിച്ചായിരുന്നോ? സ്റ്റെപ്സ് കിട്ടിയോ? ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? ചെയ്യുന്നതേ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയായിരുന്നോ? Yes, sir. ഞാൻ ചോദിക്കുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യണം കേട്ടോ. പറയുന്നതിനൊക്കെ എനിക്ക് ഉത്തരം കിട്ടിയില്ല, ഭയങ്കര അസ്വസ്ഥതയാണ്. ഒന്നാമത്തെ കാര്യം ഓൺലൈൻ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ വി ആർ ഇൻ സർട്ടൻ കൈൻഡ് ഓഫ് എന്തുവാ റെസ്ട്രിക്ഷൻസ് ആണ്. കുറെ ഒത്തിരി റെസ്ട്രിക്ഷൻസിനകത്താണ് നമ്മൾ. എനിക്ക് ഇങ്ങനെ പുറകെ നടന്ന് പഠിപ്പിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാ. പക്ഷെ ഈ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ഫ്രീഡം ഒന്നും കൂടി ഇല്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ റെസ്പോൺസ് കൂടി ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഞാൻ പറഞ്ഞില്ല, ഷട്ടിൽ കളിക്കുന്ന പോലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുമ്പോഴാണ് ഈ ഒരു ഗെയിം നല്ല രസമായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, ഇതില് നിങ്ങളുടെ മെസ്സേജ് എന്തോ വന്നിട്ടുണ്ട്, നോക്കട്ടെ. യെസ് സർ, യെസ് സർ. 3 bags. എബിൻ ബിജു വേ എന്നിട്ടേക്കുന്നത് എന്ത്? എനിക്ക് മനസ്സിലായില്ല. ഏതാ പോലെ? അതൊന്നും കുഴപ്പമില്ല കേട്ടോ, സാരമില്ല. ഓക്കെ, ഇതില് നിങ്ങൾ ആരെങ്കിലും ഞാൻ പഠിപ്പിച്ചവരുണ്ടോ ഇതിനകത്ത്? ഇതിനു മുമ്പ് എന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സർ. ആരാ അത്? സർ, കാത്ലിൻ എന്ന് പറയും, ഗുഡ് ഷെപ്പേർഡില് ബ്രില്യന്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇപ്പൊ ഇതിനകത്തുണ്ടോ പുള്ളിക്കാരത്തി? ഞാനിവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ. മോളെ എവിടെ, ഏത് ബാച്ചായിരുന്നു മോളെ? നീറ്റ് ബാച്ച് ആയിരുന്നു. സ്പെഷ്യൽ ബാച്ച് ആയിരുന്നോ, നോർമൽ ബാച്ചോ? നോർമൽ ബാച്ച്. ക്ലാസിന്റെ നമ്പർ ഓർക്കുന്നുണ്ടോ? എം ഓർക്കുന്നില്ല സർ. ജി ബാച്ച്. G1 G2 എന്തോ എന്റെ പേര്? G2. G2-ലായിരുന്നു അല്ലേ മോളെ? ഫസ്റ്റ് ഇയറിലാണോ പഠിപ്പിച്ചേ? ഫസ്റ്റ് ഇയറില്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആയിരുന്നോ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. മോൾ എവിടെയാണോ പഠിച്ചത്? അതെ സർ, അവിടെയാ. വീട് എവിടാ? ഇവിടെ ചങ്ങനാശ്ശേരിയില്. ചങ്ങനാശ്ശേരിയിലെ വീട് അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ പിന്നെ മിക്കവാറും പുരുഷപ്പെടുത്താൻ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം മുഴുവൻ. പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എല്ലാം ഓൺലൈൻ ആയിരുന്നു ക്ലാസ് അല്ലേ? ഞങ്ങള് 11th സർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 11th ഞാൻ പഠിപ്പിച്ച കാര്യം അത് അങ്ങനെയാ വരുന്നത്. ഒരു വർഷം 11th കിട്ടിയാൽ പിന്നെ നമുക്ക് അടുത്ത വർഷം മുഴുവൻ +2 ആയിരിക്കും. അങ്ങനെ മാറി 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 മാറി. അതുകൊണ്ടാ സെക്കൻഡ് ഇയറിൽ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. യെസ്, വരുന്നത് കാറ്റ്ലിൻ അല്ലേ? അതെ സർ. ഓക്കെ ഓക്കെ മോളെ. സോ നമ്മള് അത്രയും കാര്യങ്ങൾ നോക്കാം. ഇനി വേറൊരു ടൈപ്പ് കൂടെ നോക്കിയേക്കാം, അതൊന്ന് നോട്ട് ചെയ്യണേ. Let an electron circulates around the nucleus. Let an electron circulates around the nucleus in the path of radius
റേഡിയസ് തെറ്റല്ല, റേഡിയസിന്റെ വാല്യൂ 5.1 into 10 raised to minus 11 meter. 5.1 into 10 raised to minus 11 meter at a frequency of 6.8 into 10 raised to 15. തെറ്റല്ലേ? at a frequency of 6.8 into 10 raised to 15 revolution per second. Calculate the magnetic induction. Calculate the magnetic induction at the center of the loop. Center ആണ് എടുത്തു പറയും കേട്ടോ. at the center of the loop. ആക്സിസ് ആണെങ്കിൽ at the axis എന്ന് പറയത്തില്ല. at a distance ഇത്ര from the center എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓർത്തോണം. at a distance something from the center എന്ന് പറയുമെങ്കിൽ ആക്സിസിന്റെ ഇക്വേഷൻ നോക്കിയാൽ മതിയാവും. അപ്പോൾ കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ സെന്റർ ഓഫ് ദ ഓർബിറ്റ്. ഒരു ചോദ്യം കൂടെ അതിന്റെ കൂടെ കിടപ്പുണ്ട്. വാട്ട് ഈസ് ദ ഇക്വലന്റ് ഡൈപോൾ മൊമെന്റ്? ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഇക്വലന്റ് ഡൈപോൾ മൊമെന്റ്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺ, that means electron revolving the nucleus is actually equivalent to current carrying circular loop. കേട്ടോ? അതായത് ഇതിപ്പോ സർക്കുലർ ലൂപ്പ് ആണോ? ഞാൻ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില പിള്ളേർ ചോദിക്കാറുണ്ട്, സാറേ ഇത് സർക്കുലർ ലൂപ്പ് ആണോ? ആണോ, എക്സാക്ട്ലി ഇത് സർക്കുലർ ലൂപ്പായിട്ട് പ്രവർത്തിക്കും. കാരണം എന്താ? കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പിനാണ് നമ്മൾ ബയോട്സ് അവാർഡിലോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇലക്ട്രോൺ കറങ്ങുന്ന ഓർബിറ്റ് എന്തിനെ പോലെ തന്നെ പ്രവർത്തിക്കും? കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പിനെ പോലെ തന്നെ പ്രവർത്തിക്കും. അത് പ്രീവിയസ് ഇയറിൽ എന്റെ ഓർമ്മ ശരിയാണ് 2016 മുമ്പാണ്, 2016 മുമ്പ് ഒരിക്കൽ ഇങ്ങനെ തിയററ്റിക്കൽ ചോദ്യമായിട്ടും ചോദിച്ചിരുന്നു. റിവോൾവിംഗ് ഇലക്ട്രോൺ അറൌണ്ട് ദ ന്യൂക്ലിയസ്. Revolving electron around the nucleus is equivalent to dash, equivalent to current carrying circular loop. I repeat the concept. Revolving electron around the nucleus. ന്യൂക്ലിയസിന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഒരു കറന്റ് ക്യാരിയിങ് സർക്കുലർ ലൂപ്പിനെ പോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്റെ ഹെൽപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദി ഓർബിറ്റ് നിങ്ങൾക്ക് അറിയാം. സെന്റർ ഓഫ് ദ ലൂപ്പ് നിങ്ങൾക്ക് അറിയാം. B is equal to μ0/4π 2πi/r ആണ്. ഞാൻ ഇപ്പൊ തന്നായിരുന്നു 2πi/r ആയിരുന്നു അല്ലെ. n വേണ്ടാത്ത എന്തുകൊണ്ടാ? സർക്കുലർ ലൂപ്പിൽ നമ്പർ ഓഫ് ടേൺസ് ഇവിടെ 1 ആണ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 1 എന്ന് എടുത്തോളുക. 2πni/r ആണ്. n 1 ആയതുകൊണ്ട് 2πi/r എന്ന് വരുന്നു. ഇതിൽ μ0/4πയുടെ വാല്യൂ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, 10⁻⁻⁷ ആണ്. അപ്പൊ അത് കൊടുത്തു. 2 into 3.14 into I കണ്ടുപിടിക്കാനുള്ള മാർഗം സാറ് പഠിപ്പിച്ചു. I is equal to Q/T ആണ്, അല്ലെങ്കിൽ Q nu ആണ്. ഫ്രീക്വൻസി ഉണ്ടല്ലോ അവിടെ, Q ഉണ്ട്. ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ Q അവർ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1.6 into 10⁻⁻19 ആണ്. Qന്റെ ആവശ്യമില്ലല്ലോ, ഇലക്ട്രോൺ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് I is equal to Q nu ആണല്ലോ. Q തരേണ്ട ആവശ്യമില്ല, 1.6 into 10⁻⁻19 ആണ്. കാണാമോ? എഴുതുന്ന കാര്യം കാണാമോ? Yes, sir. Frequency is given the question 6.8 into 10⁻15 അല്ലേ മക്കളെ? അത് കൊടുത്തു. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 1.088 അപ്രോക്സിമേറ്റ് ആണ് into 10⁻³ ആംപിയർന്ന് സാറിന് കിട്ടിയത് എന്ന് കരുതിക്കോ. ഐയുടെ വാല്യൂ കിട്ടി. നിങ്ങൾ ആ ജസ്റ്റ് ഇക്വേഷനിൽ പുട്ട് ചെയ്താൽ മതി. നമ്മുടെ B is equal to പലവട്ടം എഴുതി പഠിക്കണം. μ0/4π 2πi. n ഉണ്ട്, n 1 ആവും. 2πi/r എന്ന് വരുന്നു. I കിട്ടി, r നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. പ്ലീസ് പുട്ട് ദാറ്റ് വാല്യൂസ് ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. എത്ര കിട്ടും എന്നറിയാമോ? നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ 10⁻⁻7 എന്ന് വരും. 2 ഉണ്ട്, 3.14 ഉണ്ട്. ഐയുടെ വാല്യൂ 1.088 into 10⁻³ വരും.
R എത്ര ക്വസ്റ്റിനകത്ത് 5.1 5.1 ഇൻറ്റു 10⁻11 വരും. നിങ്ങൾക്ക് ഈ -3 -11 ക്യാൻസൽ ചെയ്യാം. ഈ 10⁻7 ക്യാൻസൽ ചെയ്യാം. -7 -3 -10 വരും. -10ഉം -11ഉം ക്യാൻസൽ ചെയ്യാം. പിന്നെ 10⁻1 മേലിൽ കൊണ്ടു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മാത്തമാറ്റിക്സ് ഒക്കെ നിങ്ങളുടെ കൺവീനിയൻസ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുതരാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ ഉള്ളൂ. 2 × 3.14 അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ ആൻസർ പറയാണ്. ആൻസർ നിങ്ങൾക്ക് 13.4 ടെസ്ല എന്ന് കിട്ടും. 13.4. യു ക്യാൻ വെരിഫൈ ദിസ് ഇൻ ആഫ്റ്റർ ദ ക്ലാസ്. 13.4 ടെസ്ല എന്ന് കിട്ടും. ഓക്കെ, 13.4 ടെസ്ല എന്ന് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. യു നോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M ഈസ് ഗിവൺ ബൈ IA. IA ആണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ മറക്കരുത്. IA, I × A. I നമ്മുടെ ബുക്ക് ക്വസ്റ്റിനകത്തുണ്ട്, നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. I നമ്മുടെ കയ്യിലുണ്ട്. സർക്കുലർ ലൂപ്പ് അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പൊ ഏരിയ πr² കൊടുക്കണേ. അപ്പൊ I × πr² എന്ന് വരും. I നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. വി ഹാവ് ഇല്ലേ, കണ്ടെത്തിയിട്ടുണ്ട്. 1.088 × 10⁻³ ഉണ്ട്. അത് കൊടുക്കുക. പൈയുടെ വാല്യൂ 3.14 കൊടുക്കുക. ആൻഡ് ആറിന്റെ വാല്യൂ ക്വസ്റ്റിനകത്തുണ്ട്. അത്രയും ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ആൻസർ. That answer is the final answer for us because the question is what is magnetic dipole moment. Okay, and if you put all the values in this equation, M equal to IA and I into πr², and you will get the answer. ഞാൻ കൂടെ ആൻസർ മാത്രം നോട്ട് ചെയ്യാം. നിങ്ങൾ ആൻസർ എല്ലാം വെരിഫൈ ചെയ്യണം. 8.89 into 10⁻24 ആണ് വരുന്നത് കേട്ടോ. 8.89 into 10⁻24 ampere meter square will be the answer. You have to verify this also. ഞാൻ ഇപ്പൊ വെരിഫൈ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 1 മണിക്കൂർ ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മുടെ മാഗ്നറ്റിസത്തിനകത്ത് ബയോട്ട് സവാർട്ട് ലോ ചെയ്യുന്ന സമയത്ത് ആകെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്തെടുക്കേണ്ടി വരും. അത്രമേ ഉള്ളൂ. കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ വരും. മൾട്ടിപ്ലിക്കേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നിങ്ങൾക്ക് നല്ലപോലെ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിടി കിട്ടിയോ? സ്റ്റെപ്സ് കിട്ടിയോ? സ്റ്റെപ്സ് കിട്ടിയാൽ മതി. പിന്നെ സിംപ്ലിഫിക്കേഷൻ ഈസ് അപ് ടു യു. അത് നിങ്ങൾക്ക് വിട്ടു തന്നേക്കുക. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ എന്തായാലും വീട്ടിലിരുന്ന് സമയം കിട്ടാന്ന് പറഞ്ഞപ്പോ വെറുതെ ഇരിക്കുവാണല്ലോ. സാറിനൊക്കെ സത്യം പറഞ്ഞ സമയമേ ഇല്ല. നമുക്ക് ലോക്ക്ഡൌൺ ആയാലും സമയമില്ല, സ്കൂളിൽ പോകണമെങ്കിലും സമയമില്ല. നിങ്ങൾക്കെന്ന് പറയുമ്പോൾ അങ്ങനല്ല. യു ഹാവ് ഇനഫ് ടൈം, സോ യു ഹാവ് ടു സോൾവ്. നോക്കണം, ഇതൊക്കെ വെരിഫൈ ചെയ്ത് നോക്കണം. കിട്ടുമായിരിക്കും അല്ലെ? നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും ഞാൻ കരുതുക. ആൻഡ് പറഞ്ഞ സെന്ററിലെ കേസ് പറഞ്ഞു. ഇനി ഇതിനകത്ത് ഒരു ടൈപ്പ് കൂടെ ഉള്ളൂ. സാധാരണ ചോദിച്ച് കാണുന്നതിനകത്ത് ഒന്നുകൂടെ ഉള്ളൂ. പിന്നെ ബാക്കി നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ കിടപ്പുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതിക്കോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. കാൽക്കുലേറ്റ് the magnetic field. MF എന്നൊക്കെ എഴുതിയാൽ ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് at the center of a coil. At the center of a coil. Center of a coil in the form of a square. Square ന്റെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. In the form of a square of side 4 centimeter. Square of side 4 centimeter. Carrying a current of 5 ampere. Carrying a current of 5 ampere.
സ്ക്വയർ വന്നു അല്ലെ. സ്ക്വയർ വന്നു വരുമ്പോ സ്ക്വയറിന് ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ മക്കളെ. വി ഡോണ്ട് ഹാവ് ദ ഇക്വേഷൻ. സ്ക്വയറിന് ഒരു ഇക്വേഷൻ സാറ് പഠിപ്പിച്ചിട്ടില്ല, ബയോട്ട് സവാർട്ട് നമുക്ക് തന്നിട്ടുമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയറിന്റെ ക്വസ്റ്റൻ ആണ്. പരമാവധി ചോദിക്കുന്ന പോളിഗൺ സ്ക്വയർ വരെയാണ് ചോദിക്കുക, സ്ക്വയർ വരെ ചോദിക്കാറുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വാട്ട് വിൽ വി ഡു? സ്ക്വയറിന്റെ ക്വസ്റ്റൻസ് ഒക്കെ എപ്പോഴും കാണുന്നുണ്ട്, പിള്ളേരൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിടും. സ്ക്വയർ ഇല്ല സാർ, ഞങ്ങൾ പഠിച്ചിട്ടില്ല, വി ഡോണ്ട് ഹാവ് ദ ഇക്വേഷൻ ഫോർ സ്ക്വയർ, എങ്ങനെ ബയോട്ട് സവാർട്ടിലോ തന്നിട്ടില്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും. സ്ക്വയറിന്റെ ക്വസ്റ്റൻ വന്നാൽ നിങ്ങൾ വെറീഡ് ഒന്നും ആവണ്ട. സ്ക്വയറിന്റെ ക്വസ്റ്റൻ വന്നാൽ വളരെ സിമ്പിളാ. എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട്. ഓക്കെ, സ്ക്വയറിന് നമുക്ക് 4 സൈഡ് ഉണ്ട്. സ്ക്വയറിന്റെ സൈഡുകളെല്ലാം ഫൈനൈറ്റ് അല്ലെ, വ്യക്തമായി പറയുന്നുണ്ട്. 4 സെന്റിമീറ്ററേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. 4 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? ഫൈനൈറ്റ്. ഫൈനൈറ്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? സാറിന്റെ ഫിഗർ ഒന്നും അത്ര ചിലപ്പോൾ നല്ലതായിരിക്കത്തില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ 4 സെന്റിമീറ്റർ വീതമുള്ള 4 ഫൈനൈറ്റ് കണ്ടക്ടർ ഉണ്ടെന്ന് കരുതിയാൽ മതി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ഒരു കണ്ടക്ടറിന്റെ കണ്ടുപിടിക്കുക, ഇൻറ്റു 4 ചെയ്യുക. അതായത് 4 സൈഡ് അല്ലേ ഉള്ളത്. അപ്പൊ 4 ഫൈനൈറ്റ് കണ്ടക്ടർ ആണെന്ന് കരുതിക്കോ. 4 ഫൈനൈറ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേണേൽ മനസ്സിലാക്കി വെച്ചാൽ മതി. എ സ്ക്വയർ കോയിൽ ക്യാരിയിങ് കറണ്ട്. സാറിന്റെ വാക്കുകളിൽ അങ്ങ് പറയുവാണ്, എ സ്ക്വയർ കോയിൽ ക്യാരിയിങ് കറണ്ട് ഈസ് ആക്ച്വലി ഈക്വലന്റ് ടു 4 കണ്ടക്ടേഴ്സ് ഓഫ് ഫൈനൈറ്റ് ലെങ്ത്. 4 കണ്ടക്ടേഴ്സ് ഓഫ് ഫൈനൈറ്റ് ലെങ്ത് എന്ന് എടുത്താൽ മതി എന്നേ. അപ്പൊ സാർ എളുപ്പത്തിന് വേണ്ടി ഇവിടെ ഒരു സെന്റർ കൺസിഡർ ചെയ്തു. സെന്ററിൽ നിന്ന് ഒരു അങ്ങോട്ടോ എങ്ങോട്ടേലും വരച്ചാൽ മതി. ഞാൻ എനിക്ക് വരയ്ക്കാൻ എളുപ്പം ഇങ്ങോട്ടായിരുന്നു വരച്ചെന്നുള്ളതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും 45 ഡിഗ്രി ആയിരിക്കും. 90 ആയിരിക്കും ടോട്ടൽ. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ കൺസ്ട്രക്ഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നോർമൽ ലോജിക്കലായിട്ട് ചുമ്മാ ഒരു കൺസ്ട്രക്ഷൻ നടത്തി അവിടെ ആംഗിൾ എടുക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, ഞാൻ ഫൈനൈറ്റ് കണ്ടക്ടർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്ന ഇക്വേഷൻ എന്തുവാ? ഫൈനൈറ്റ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ എടുത്താൽ മതി. ബി ഇസ് ഈക്വൽ ടു μ0/4π എന്താ സാറ് തന്നെ? I/x എന്നല്ലേ തന്നെ? I/x ഇൻറ്റു സൈൻ θ1 പ്ലസ് സൈൻ θ2 എന്നല്ലേ? ഇതല്ലേ ഇക്വേഷൻ തന്നത്? ഇതല്ലേ പിള്ളേരെ തന്നെ? അതെ. ഇത് നിങ്ങൾക്ക് μ0/4π നിങ്ങൾക്ക് അറിയാം, 10⁻⁻7 ആണെന്ന് അറിയാം. ഐ ഉണ്ടോ നമ്മുടെ ക്വസ്റ്റിനകത്ത്? ഉണ്ട്. 5 ആംപിയർ എന്ന് ക്വസ്റ്റിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ? സോ ഐ ഉണ്ട്. ഇനി എക്സ് ഉണ്ടോ മക്കളെ? എക്സ് ഉണ്ടോ? എക്സ് എന്ന് പറയുമ്പോ ഏത് ദൂരമാണെന്ന് പറയാമോ ആർക്കെങ്കിലും? വെരി ഗുഡ്. സെന്ററിൽ നിന്നുള്ള ദൂരം, അതായത് ഈ ദൂരമായ എക്സ് അല്ലേ? ഈ ദൂരമല്ലേ എക്സ്? അല്ലേടോ? എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് തൊട്ട് ഇവിടെ വരെയുള്ള ദൂരമാണ് എക്സ്. അത് 2 വരും. 4ന്റെ പകുതി അല്ലേ വരത്തുള്ളൂ മക്കളെ? അങ്ങനല്ലേ? നമുക്ക് ആകെ വരുന്ന തെറ്റ്, നമ്മൾ എക്സിന് പകരം 4 ഇട്ട് ചെയ്യും. ഞാൻ എപ്പോഴും എൻട്രൻസിന് പലപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഒരു തെറ്റ്, എക്സ് എന്ന് പറയുമ്പോൾ ഈ ദൂരമാണ്, നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് വിസ്മരിച്ചു പോകും, മറന്നു പോയിട്ട് എക്സിന് പകരം 4 തന്നെ കൊടുക്കരുത്. 4ന്റെ പകുതി 2 ഉള്ളൂ. കാരണം സെന്റർ തൊട്ടുള്ള ദൂരം എടുത്താൽ മതി. അപ്പൊ 2 ഇട്ട് ചെയ്യാവൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, θ1ഉം θ2ഉം 42 ആണ്. ഇവിടെ 2 ആംഗിളും മേക്ക് ചെയ്തിട്ടുണ്ട്. 2 ആംഗിളും 45 ആ വന്നേക്കുന്നത്. സോ ഇവിടെ 45 വരിക, ഇവിടെ 45 വരിക. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാമോ നിങ്ങൾക്ക്? എത്ര വരുന്നതെന്ന് പറയാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. 10⁻⁻7 വരുന്നു. The question is very important for us. ഐയുടെ വാല്യൂ 5 ആംപിയർ ഉണ്ട്. എക്സിന്റെ വാല്യൂ 2 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 2 × 10⁻2 മീറ്റർ ആക്കണം. സൈൻ 45 സാറ് 1/√2 അല്ലേ? 1/√2 പ്ലസ് 1/√2 എന്ന് വരും കേട്ടോ. അപ്പൊ എന്ത് വരും? 10⁻⁻5 ഉണ്ട്, -7 ഉണ്ട്, ഒരു 5 ഉണ്ട്, താഴെ 2 × 10⁻2 ഉണ്ട്. ക്യാൻസൽ ചെയ്തോ? -2 ഒക്കെ ക്യാൻസൽ ചെയ്യാം നിങ്ങൾക്ക്. ഇത് എത്ര വരും? 1 + 1 2, 2/√2 എന്ന് വരും അല്ലെ? 2 ക്യാൻസൽ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തോ? നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തോ? √2ന്റെ ഒക്കെ വാല്യൂ കൊടുക്കേണ്ടി വന്നാൽ കൊടുത്തോ, ഒരു കുഴപ്പമില്ല.
അങ്ങനെ ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് എത്ര വരും എന്നറിയാമോ? 3.54 അപ്രോക്സിമേറ്റ് ആണ്. 3.54 into 10⁻⁻5 ടെസ്ല എന്ന് കിട്ടും. അപ്പൊ ഇതൊരു ഉത്തരമായിട്ടുണ്ടാവും. പക്ഷെ ഇതല്ല ഉത്തരം. ടോട്ടൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റു 4 ചെയ്യണം. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കിപ്പോ ഒരു ലൈൻ, ഒറ്റ ലൈനിന്റെ കിട്ടിയുള്ളൂ, ഒറ്റ സൈഡിന്റെ നമുക്ക് കിട്ടിയുള്ളൂ, ഒറ്റ കണ്ടക്ടറിന്റെ കിട്ടത്തുള്ളൂ. അങ്ങനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, എന്നാലും ടോട്ടൽ കിട്ടും. അപ്പൊ 4 into 3.54 into 10⁻⁻5 ചെയ്യുമ്പോഴാണ് ഫൈനൽ ആൻസർ കിട്ടുക. ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 1.42 എന്ന് കണ്ടാ വരുന്നത്. 1.42 സംതിങ് into 10⁻⁻4 ടെസ്ല എന്ന് കണ്ടു വരും. ഇവിടെ തെറ്റിപ്പോകുന്ന സംഗതി എന്ന് പറഞ്ഞാല് ഇവിടെ വരെ നമ്മൾ ചെയ്യും. ഇത് ഓപ്ഷനകത്ത് ഉണ്ടാവും, ഇത് ഓപ്ഷനകത്ത് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും. കാര്യം അവർക്കറിയാം കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യും, ഇൻറ്റു 4 ചെയ്യാൻ മറന്നു പോകും. അപ്പൊ ഇൻറ്റു 4 ചെയ്ത് കിട്ടുന്ന ഈ ഉത്തരം അതിനകത്ത് ഉണ്ടാവും. മനസ്സിലായോ? ഇവിടെ ഞാൻ പലപ്പോഴും കണ്ടുവരുന്ന സംഗതി എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷൻസിനകത്ത് ഓരോ ഓപ്ഷന്റെ ഉത്തരം എന്തെന്ന് അറിയാമോ? എക്സിന് പകരം 4 ഇട്ട് ചെയ്യും. എക്സിന് പകരം 4 into 10⁻⁻2 ഇട്ട് ചെയ്ത ഒരു ഉത്തരം ഉണ്ടാവും. അതൊരു ഓപ്ഷൻ എ ആയിട്ടുണ്ടാവും, അല്ലെ ഓപ്ഷൻ ബി ആയിട്ടുണ്ടാവും. പിന്നെ ഈ ഉത്തരം ഒരു ഓപ്ഷൻ ബി ഉണ്ടാവും, ഈ ഉത്തരം ഒരു ഓപ്ഷൻ സി ഉണ്ടാവും, പിന്നെ വേറെ ഉത്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് വരാവുന്ന തെറ്റുകളാണ് നമ്മുടെ ഓപ്ഷൻസ്. എൻട്രൻസിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് നമുക്ക് വരാൻ സാധിക്കുന്ന ശരി ഉത്തരമായിരിക്കും ഒരു ഉത്തരം, ഒരു ഓപ്ഷൻ. ബാക്കി 2-3 പോസിബിലിറ്റി എന്താ, നമുക്ക് ഓരോരുത്തർക്കും വരാൻ സാധിക്കുന്ന തെറ്റുകളാ, അല്ലെ? നമ്മൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, എക്സിന് പകരം 4 ഇട്ട് ചെയ്യും. അപ്പൊ കിട്ടുന്ന ഉത്തരം എവിടെ ഉണ്ടാവും? ഓപ്ഷനകത്ത് ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഒരു എന്താ പറയുന്നത്, പെട്ടെന്ന് നമ്മളൊരു ഇതിൽ കയറി ചെയ്യുമ്പോൾ അതങ്ങ് എടുക്കും. കൊള്ളാം, അതെന്റെ ഉത്തരത്തിനകത്തുണ്ട് എന്ന് കയറി അത് ശരിയാക്കി എടുക്കും. പക്ഷെ അത് തെറ്റായിരിക്കും. ചിലപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ശരി. അപ്പൊ നമുക്ക് വരാവുന്ന തെറ്റുകൾ പോലും ഉത്തരത്തിനകത്ത്, ഓപ്ഷനകത്ത് വരാറുണ്ട്. അത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്തോണം. സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻ വിട്ടുകളയാൻ പാടില്ല. ഞാൻ എപ്പോഴും കരുതാറുണ്ട് സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ പിള്ളേരൊക്കെ വിട്ടുകളയും. ഫോർ വാട്ട് സേക്ക്, ഫോർ വാട്ട് പർപ്പസ്? നമ്മള് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാത്തതുകൊണ്ടാണ് ഈ വിട്ടുകളയുന്നത്. അപ്പൊ വിട്ടുകളയരുത്, കാരണം ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ us. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഈ സ്ക്വയറിന്റെ കാര്യം. ഒരു 60 സെക്കൻഡ്സ് ടൈം തരാം, ഇല്ലാണ്ട് 30 സെക്കൻഡ്സ് മതി. പെട്ടെന്ന് നോക്കി മനസ്സിലാക്കി. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻ പറയുമ്പോഴേ പിന്നെ ബയോട്ട്സബോർഡിലുള്ള കാര്യം പറയുന്നുള്ളൂ. ഇത് നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഇത് നോട്ട് ചെയ്യാമോ? ഷോർട്ട് ഫോം മതി, വാല്യൂസ് എല്ലാം കറക്റ്റ് ആയിട്ട് വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ അതുപോലെ എഴുതണം എന്നില്ല, ആ സംഗതി എല്ലാം വരണോ അതിനകത്ത്, അത്രേ ഉള്ളൂ. എ വയർ ക്യാരീസ് എ കറണ്ട് 3 ആംപിയർ. ഒരു വയർ, എ വയർ ക്യാരീസ് എ കറണ്ട് 3 ampere and consists of a circular arc of radius 5 centimeter, and the central angle pi/2 rad means radian, rad, and the central angle pi/2 radian. Just a comma itteka. And the two straight sections intersect at the center.
intersect കൂട്ടിമുട്ടുന്നു. Intersect at the center. Intersect at the center of the arc. Center of the arc. Center of the arc. When produced. When produced. നമുക്ക് വരച്ചൊക്കെ നോക്കാതെ. When produced. Calculate അല്ല എന്തെങ്കിലും ഡിറ്റർമിൻ എന്തെങ്കിലും. Calculate the MF magnetic field at the center of the arc. At the center of the arc. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സെന്റർ ഓഫ് ദ ആർക്ക്. നിങ്ങൾ ആ പറഞ്ഞ കണ്ടീഷൻ കൊണ്ട് ഒരു ഫിഗർ വരയ്ക്കാൻ പറ്റുമോ നോക്കാമോ? ചുമ്മാ ശ്രമിച്ചു നോക്കിയാൽ മതി, നിർബന്ധമൊന്നുമല്ല. നമ്മൾ ഈ പഠിക്കുന്ന മാഗ്നറ്റിസം എന്ന് പറയുന്ന പാഠത്തിന് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഇന്ത്യയിൽ നമ്മൾ താമസിക്കുന്ന കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് പറയാമോ എന്താണെന്ന്? മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി നമ്മുടെ കേരളത്തിലുണ്ട്. എവിടെയാന്ന് പറയാമോ? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രഭാവമുള്ള സ്ഥലമാണ് തിരുവനന്തപുരത്തെ തുമ്പ എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾക്കറിയാം തുമ്പയുടെ പ്രത്യേകത അറിയാമോ നിങ്ങൾക്ക്? തുമ്പ നമ്മുടെ ISRO VSSC അല്ലെ, വിക്രം സാരാഭായി സ്പേസ് സ്റ്റേഷന്റെ ആസ്ഥാനമാണ്. അതിന്റെ ആദ്യത്തെ പേര് നിങ്ങൾക്ക് അറിയാമോ? ടേൾസ് എന്നായിരുന്നു. ടേൾസ്, തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നായിരുന്നു അതിന്റെ പേര്. എന്തുകൊണ്ടാ തുമ്പയെ കൊണ്ടുവെക്കാൻ കാരണം എന്താ? തുമ്പയില് എർത്തിന്റെ, നമുക്കറിയാം എർത്ത് ഈസ് എ ഹ്യൂജ് ബാർ മാഗ്നറ്റ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയൻ ആണ് എന്ത്? തുമ്പ. നിങ്ങൾ തുമ്പയിലൊക്കെ പോവാണെങ്കിൽ സ്റ്റിൽ അവിടെ നമുക്ക് ആ ചർച്ചൊക്കെ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ അവിടെ there's a church there. ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് ഇന്ത്യയിലെ സയന്റിസ്റ്റുകൾ തിരിച്ചറിഞ്ഞ സമയത്ത് അവരെന്ത് തിരിച്ചറിഞ്ഞു? അവിടെ ഒരു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ വെച്ചാൽ ഇതിലെ സ്പേസ് വർക്കുകൾ വളരെ അനായാസം ചെയ്യാൻ സാധിക്കുന്ന സ്ഥലമാണ് തിരിച്ചറിഞ്ഞു. പക്ഷെ പ്രോബ്ലം എന്താ? ചർച്ച ഉണ്ട്. നമുക്കറിയാം എന്താവശ്യത്തിന്റെ പേരിലും ചർച്ച ഒന്നും ആരും വിട്ടുകൊടുക്കുകയില്ല അല്ലെ. പക്ഷെങ്കില് ഇക്കാര്യം പറഞ്ഞവര് ആ ചർച്ചിന്റെ ബിഷപ്പിനെ സമീപിച്ച സമയത്ത് ഹി വാസ് വെരി ഹാപ്പി. പുള്ളിക്കാരൻ വളരെ സയന്റിഫിക് ടെമ്പർ ഉള്ള ആളായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ ഇടവകയുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ സ്ഥലം മുഴുവൻ ആർക്ക് വിട്ടുകൊടുത്തു? വിക്രം സാരാഭായി സ്പേസ് സ്റ്റേഷന് വിട്ടുകൊടുത്തു. മനസ്സിലായി? ഇപ്പോഴും ഇഫ് യു ഗോ ദെയർ ഇറ്റ് ഈസ് പോസിബിൾ ടു സീ ദ ചർച്ച് ദെയർ. പക്ഷെ ചർച്ചിൽ വർഷിപ്പ് ഇല്ല. ചർച്ചിനെ എന്താക്കി മാറ്റിയിരിക്കുന്നു? ഒരു ലാബ് ആക്കി മാറ്റിയേക്കും അവർ. ഇഫ് യു നിങ്ങൾക്ക് അങ്ങനെ അവസരം കിട്ടുവാണെങ്കിൽ ഗോ ദെയർ ആൻഡ് വിസിറ്റ് തുമ്പ. തുമ്പയിൽ പോയാൽ ആ റോക്കറ്റ് ലോഞ്ചിങ് ഒക്കെ അവർ കാണിച്ചു തരും. എനിക്കൊന്ന് സാറ്റർഡേസിലാന്ന് തോന്നുന്നു. സാറ്റർഡേസിൽ പോവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പോസിബിൾ ടു സീ ദ ലോഞ്ചിങ് ഓഫ് റോക്കറ്റ്സ്. റോക്കറ്റ് ലോഞ്ചിങ് കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ സാറ്റർഡേ ആണെന്ന് എനിക്ക് അറിയത്തില്ല. യെസ്. അപ്പൊ നമ്മുടെ കേരളത്തിന് പോലും എർത്തിന്റെ മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കഥകൾ പറയാനുണ്ട്. ഓക്കെ, അത് പോട്ടെ. അപ്പൊ ഈ ഒരു ഫിഗർ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് വരച്ചാൽ മതി. അവർ പറയുന്നുണ്ട് രണ്ട് ലൈൻസ് സെന്ററിൽ ഇന്റർസെക്ട് എന്നുള്ളത് ഇതാണ്. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പ്രിന്റ് ചെയ്ത് തരാറുണ്ട്. ഇവർക്കിടയിൽ ആംഗിൾ π/2 എന്ന് പറയുന്നുണ്ട്. π/2 എന്ന് പറയുമ്പോൾ 90 പറയുന്നുണ്ട് അല്ലെ.
അത്ര അല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിൽ ഫിഗർ വരുവാണെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് ഒന്നും ചെയ്യണ്ട. നമ്മൾ എൻട്രൻസുകാർ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഞാൻ തരാം. ദാറ്റ് ഈസ് ആക്ച്വലി μ0/4π I θ/r ആണ്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻസും എൻട്രൻസും നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഇങ്ങനൊരു സിസ്റ്റം വന്നാൽ നമുക്ക് വേറെ രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. സെമി സർക്കിൾ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. എൻട്രൻസിന് അതൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഇങ്ങനൊരു ഷേപ്പിൽ ഒരു ഫിഗർ കിട്ടുകയാണ്. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ സിംപ്ലി യൂസ് μ0/4π I θ/r. I think I is given the question as 3 ampere. Just put ചെയ്താൽ മതി. തീറ്റ is π/2. π/2 ഉണ്ടല്ലോ, ഉണ്ട്. ചെയ്ത് നോക്കാമോ? എത്ര കിട്ടും എന്ന് പറയാമോ? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പറയാം. μ0/4π വരാൻ 10⁻⁻7 കൊടുക്കുക. I 3 ആംപിയർ കൊടുക്കുക. തീറ്റ എത്രയാ? π/2 കൊടുക്കുക. ആറിന്റെ വാല്യൂ ഉണ്ടല്ലോ അവിടെ. 5 × 10⁻². 5 സെന്റിമീറ്ററിന് നിങ്ങൾ മീറ്റർ ആക്കണം. സോ ഇറ്റ് വിൽ ബിക്കം 5 × 10⁻². ജസ്റ്റ് ഒന്ന് പുട്ട് ചെയ്ത് വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കി. ത്രീ ആംപിയർ, angle is π/2 and r is 5 centimeter, is 5 × 10⁻². So it becomes 10⁻⁻5, cancelling 10⁻², into, I think you will get the answer 9.4 something into 10⁻⁻6 Tesla, right? ഇത്രയും കിട്ടുമെന്ന് നോക്കണേ. 9.4 something, 9.426 എന്നൊക്കെ വരുമായിരിക്കും. No problem. Please solve and you will get the answer. ആൻസർ കിട്ടിയ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കിട്ടിയല്ലേ? ഓക്കെ, രണ്ടു പേർക്കേ കിട്ടിയുള്ളോ? റൂബന് കിട്ടി, കേത്ലിന് കിട്ടി, റോജിക്ക് കിട്ടി. ആ ഓക്കെ, അപ്രോക്സിമേറ്റ് കിട്ടിയാൽ 9.4 ഒക്കെ മതി കേട്ടോ. 9 മതി. നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷനിലെ 9.4 കൊണ്ട് ഒരെണ്ണമൊക്കെ കാണത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ആംബിയേഴ്സ് ലോയും ഫോഴ്സ് ബിറ്റ്വീൻ ടു ലോങ് പാരലൽ കറന്റ് ക്യാരിയിങ് സ്ട്രേറ്റ് കണ്ടക്ടേഴ്സുമാണ്. അപ്പൊ നമുക്ക് ആംബിയേഴ്സ് ലോ നോക്കാം. ആംബിയേഴ്സ് ലോ, ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ, അതിന്റെ ആപ്ലിക്കേഷൻസ് ആവശ്യമുണ്ട്. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ ആർക്കെങ്കിലും അറിയാമോ? എൻട്രൻസിന് മിക്കവാറും സോളനോയിഡും ടോറോയിഡും ആണ് ചോദിക്കുക. സോളനോയിഡും ടോറോയിഡിന്റെയും പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് എക്സാക്ട്ലി സെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല. ആംബിയേഴ്സ് ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ആംബിയേഴ്സ് ലോ പറയുന്നത് എന്താ? ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കറണ്ടിന്റെ μ0 ടൈംസ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. അതായത് ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബി അല്ലേ, ബി ഡോട്ട് ഡി അല്ല. സർഫസ് ഇന്റഗ്രൽ വരുമ്പോൾ ഡി എസ് വരും, വോളിയം ഇന്റഗ്രൽ വരുമ്പോൾ ഡി വി വരും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. വേണം എല്ലാം എഴുതിക്കോ. ഇതെന്ന് പറയുന്നത് കറണ്ടിന്റെ μ0 ടൈംസ് ആണെന്ന് ആര് പ്രൂവ് ചെയ്തു? ആംബിയർ. ഇക്വേഷൻ മാത്രം മതി നമുക്ക്. അതായത് ഇന്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് സർഫസ് ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ μ0 I ആണ്. ഇതിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ഇക്വേഷൻ ആയിരുന്നു സോളനോയിഡിന്റെ. എത്ര വന്നു? μ0 Ni. ടോറോയിഡ് μ0 Ni. ഓർമ്മയുണ്ടല്ലോ? N എന്ന് പറഞ്ഞാൽ N/L ആണെന്ന് ഓർത്തോണേ. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് N. ഓക്കെ, എനിവേ B = μ0 Ni ആണ് സോളനോയിഡും ടോറോയിഡും എന്ന് ഓർത്ത് വെച്ചാൽ മതി. സോളനോയിഡും ടോറോയിഡും ആണ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യം. ഓക്കെ, ഈ 3 ഇക്വേഷൻസ് ക്ലിയർ ആണോ? 3 ഇക്വേഷൻ പറയുമ്പോൾ സോളനോയിഡിനും ടോറോയിഡിനും സെയിം ആണ്. സോളനോയിഡിനും ടോറോയിഡിനും സെയിം മാഗ്നറ്റിക് ഫീൽഡ് ആണ് μ0 Ni. പിന്നെ ഇതിന്റെ ബേസിക് ഫോമായിട്ട് നമുക്ക് വേണ്ട.
ആ സോളനോയിഡും ടോറോയിഡും മാത്രം മതി. അറിയാമോ അത്? Yes, sir. ഓക്കെ ഓക്കെ. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒന്ന് നോട്ട് ചെയ്തേ. എ സോളനോയിഡ് ഈസ് 2 meter long. A solenoid is 2 meter long and 3 centimeter in diameter. 2 meter long and 3 centimeter in diameter. It has 5 layers of winding. 5 layers of winding of 1000 turns each. 1000 turns each. And carries a current of 5 ampere. And carries a current of 5 ampere. And carries a current of 5 ampere. What is the magnetic field? What's the magnetic field at its center? നിങ്ങൾക്കറിയാം ലെങ്ത് ഉണ്ട്, ഡയമീറ്റർ ഉണ്ട്, എല്ലാ ഫാക്ടേഴ്സും ഗിവൺ ആണ്. നിങ്ങൾക്കറിയാം B is equal to mu 0 NILS solenoid equation. You know this equation. And you know one thing, N is actually N by L. So the same equation can be written like this. Mu 0 Ni by L. Right? Ano? Yes, sir. What's the value of mu 0? Mu 0 is 4 pi into 10 raised to minus 7. What is N? N എത്രയാണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ നോക്കിയേ. N എത്രയാ? 5,000. N is actually 5,000 because 1000 into 5 ചെയ്യണം. ഒറ്റ വൈൻഡിങ്ങിൽ 1000 ടേൺസ് ഉണ്ട്, അങ്ങനെ 5 എണ്ണം. So 5 into 1000 5000. I is given there 5. L is given there 2 meter. ആക്ച്വലി ഡയമീറ്റർ എന്ന് പറയുന്ന ഫാക്ടർ നമുക്ക് വേണ്ട. സോളനോയിഡിനകത്ത് ഡയമീറ്റർ വേണം എന്ന് ആര് പറഞ്ഞു? ദാറ്റ്സ് ആൻ ഓവർ ഡേറ്റ. എന്ന് വെച്ചാൽ കൂടുതൽ ഡേറ്റ തന്നേക്കും, അതിന്റെ ആവശ്യമില്ല, അവനെ നെഗ്ലക്ട് ചെയ്തേക്കുക. ഇത്രയും ഫാക്ടേഴ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. സോൾവ് ചെയ്ത് നോക്കി എത്ര വരും നോക്കട്ടെ. പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക്. mu 0 Ni by L കൊടുക്കുക. N 5000 ആണ് എടുത്തോണം, അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. 5 layers of winding of 1000 turns. So 5000. 6 layer ഉണ്ട് 6000, 10 layer ഉണ്ട് 10,000, 12 ഉണ്ട് 12,000. അങ്ങനെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേക്ക്. Yes, the answer is 1.5 something into 10 raised to minus 3 ആണ്, minus 2 അല്ലേ. 1.57 into 10 raised to minus 2 ടെസ്ല ആണ്, minus 2 ടെസ്ല. ഓക്കെ.
Yes. Okay, one more question about toroid. Solenoid question sadhana trend idana. A toroid of 4000 turns, 4000 4000 turns, has outer radius of 26 centimeter. Has outer radius of 26 centimeter and inner radius of 25 centimeter. Outer radius of 26 centimeter and inner radius of 25 centimeter. If the current in the wire is 10 ampere, if the current in the wire is 10 ampere, calculate the magnetic field of the toroid. Calculate the magnetic field of the toroid. Calculate the magnetic field of the toroid. അത്രോ മതി. Magnetic field of the toroid. അപ്പോൾ എങ്ങനെ ചെയ്യും? We have the formula. ഇതേ ഫോർമുല തന്നെ. B equal to mu 0 Ni. Ni means Ni by L. Capital Ni by L. സോൾവ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓക്കെ, ഒരു മിനിറ്റ് സമയം തരാം. ഇതിന്റെ കാൽക്കുലേഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പറയണം, കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് പറയണം. ആൻഡ് ഐ വിൽ സോൾവ് ഇറ്റ് ഫോർ യു, നോ പ്രോബ്ലം. ഓക്കെ, ഹൗ വിൽ യു സോൾവ്? എങ്ങനെ സോൾവ് ചെയ്യാം? ഇതേ സെയിം ഫോർമുല തന്നെയാണ്. അതായത് ബി ഇസ് ഈക്വൽ ടു mu 0
Ni, that is Ni by L. അല്ലേ? ഇത് തന്നെയാണ് വരുന്നത്. മ്യൂസിയറുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. The problem is what is L? L എത്ര? ലെങ്ത് ഇല്ലല്ലോ, ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് ലെങ്ത് തന്നിട്ടില്ല. എന്ത് ചെയ്യും? 2πr. Okay. Length of the toroid is actually equal to circumference. That means 2πr. 2πr. അപ്പൊ 6 വേണം. നിങ്ങൾക്ക് ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിന്റെ മീൻ എടുത്താൽ മതി. അതായത് R1 + R2/2 എടുത്താൽ മതി. അപ്പൊ ഇഫക്റ്റീവ് R കിട്ടും, അല്ലെ മീൻ റേഡിയസ് കിട്ടും. അതായത് 25 സെന്റിമീറ്റർ പ്ലസ് 26 സെന്റിമീറ്റർ ബൈ 2 ചെയ്താൽ മതിയാവും കേട്ടോ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് 25.5 സെന്റിമീറ്റർ എന്ന് വരും. ഓർ 25.5 into 10⁻⁻² മീറ്റർ എന്ന് വരും. ദിസ് ഈസ് എ റേഡിയസ്. ഈ റേഡിയസ് ആണ് ഇവിടെ കൊടുക്കാൻ. അപ്പൊ എന്ത് വരും? 2π into R പകരം 25.5 into 10⁻² എന്ന് വരുന്നു. Right? On solving this, you will get 51 into 10⁻² π എന്ന് വരും. ലെങ്ത് അല്ലേ, മീറ്റർ, ഇത്ര മീറ്റർ എന്ന് വരും. ഇനി കൊടുക്കാമല്ലോ. μ0 വാല്യൂ കൊടുത്തോ 4π into 10⁻⁷. What is n? Number of turns ഉണ്ടോ? ഉണ്ട്. 4000. കറണ്ട് ഉണ്ടോ? യെസ്. കറണ്ട് എത്ര? 5 10 10. ക്വസ്റ്റ്യനിൽ എത്ര? 10 ആണോ? 10. ഓക്കെ, 10 കൊടുക്കുക. ലെങ്ത് ഈസ് ഗിവൺ ദയർ. L കിട്ടിയല്ലോ. 51 into 10⁻² π. സോ പൈ ക്യാൻസൽ ഓഫ് ആവും. സിംപ്ലിഫൈ നോക്കി ആൻസർ കിട്ടും. സ്റ്റെപ്സ് കിട്ടിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് കിട്ടുന്നുണ്ടോ? Yes, sir. Okay, please solve this, cancel this, and you will get the answer very easily. കിട്ടിയോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയായിരുന്നോ? ഓക്കെ, ആരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്? അപ്രോക്സിമേറ്റ് 3.14 അല്ലെ 13. ശരിയാ. ഇൻറ്റു 10⁻⁻² ടെസ്റ്റിലേക്ക് വരും. കറക്റ്റ്. യെസ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. യുനോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. ആംബിയസ് ലോ ക്ലിയർ ആണ്. സോളിനോയിഡ് ടോറോയിഡ് ഓക്കെ. ഇനി നമുക്ക് ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്ട്രെയിറ്റ് പാരലൽ കണ്ടക്ടേഴ്സ് ആണ്. അതായത് 2 പാരലൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സിനിടയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ.
ആ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു വർക്ക് ഔട്ട് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് സെക്ഷൻ. അതായത് രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് ഉണ്ട്. ആ രണ്ട് പാരലൽ കണ്ടക്ടേഴ്സും കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് കണ്ടക്ടറിലൂടെ I1 കറണ്ട് കടന്നു പോകുന്നുണ്ട്, സെക്കൻഡ് കണ്ടക്ടറിലൂടെ I2 കറണ്ട് കടന്നു പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ദീസ് ടു കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഓർത്ത് വെച്ചോണം. F is equal to mu 0 by 4 pi 2 I1 I2 by D ആയിരിക്കും. D എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ, ഇവർക്കിടയിൽ ഡിസ്റ്റൻസ് ആണ്. പറഞ്ഞതുപോലെ F is equal to mu 0 by, ഇത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, ഫോഴ്സ് അല്ല, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. F is equal to mu 0 by 4 pi 2 I1 I2 by D ആണ്. ഈ ഇക്വേഷൻ ഓർത്തു വെക്കുമല്ലോ അല്ലെ? Yes, sir. ഓക്കെ. ഇതില് ഒരു സംഗതി കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. നമുക്കറിയണം, അതായത് നേച്ചർ ഓഫ് ഫോഴ്സ്. അതായത് കറണ്ട് സെയിം ഡിറക്ഷനിലാണെങ്കിൽ, അതായത് രണ്ട് കണ്ടക്ടേഴ്സിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഒരേ ദിശയിലാണെങ്കിൽ, സെയിം ഡിറക്ഷനിലാണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും കേട്ടോ. അതായത് if the currents are in the same direction, the force is attractive. And remember one thing, if the currents are in opposite direction, the force is repulsive. ചിലപ്പോ ഫോഴ്സിന്റെ നേച്ചർ ചോദിക്കും. ഫോഴ്സിന്റെ നേച്ചർ പ്രോബ്ലത്തിൽ നിന്നല്ല പറയുക, കിട്ടുന്ന ആൻസറിൽ നിന്നല്ല പറയുക. അവർ പറഞ്ഞിട്ടുണ്ടാവും രണ്ടും സെയിം ഡയറക്ഷനിലാണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. ഇനി കറണ്ട്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണെങ്കിലോ ഫോഴ്സ് റിപ്പൾസീവ് ഇൻ നേച്ചർ ആയിരിക്കും. കേട്ടോ? മനസ്സിലായോ? ആ കൺസെപ്റ്റ് കിട്ടിയോ? Yes, sir. ഓക്കെ, അത് വേണം. കാര്യം മിക്കവാറും അട്രാക്റ്റീവ് റിപ്പൾസീവിന്റെ കണ്ടീഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേ, അതേപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. The wires which connect the battery of an automobile, ആരെങ്കിലും ഓഡിയോ അൺമ്യൂട്ട് ആണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. The wires which connect the battery of an automobile to its starting motor carry a current of 300 ampere. For a short time. ചെറിയൊരു സമയത്തേക്ക്. What is the force per unit length? What is the force per unit length? What is the force per unit length between the wires if they are 70 centimeter long, and 1.5 centimeter apart, is the force attractive or repulsive? അതിന്റെ കൂടെ എഴുതുക, is the force attractive or repulsive?
ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി കേട്ടോ. എഫ് എസ് ഈക്വൽ ടു μ0/4π 2I1 I2 ബൈ ഡിയിൽ കൊടുത്താൽ മതി. I1 ഉം I2 ഉം 300 ആംപിയർ ആണ്. μ0/4πക്ക് വരാൻ നിങ്ങൾ 10⁻⁻7 കൊടുക്കുക. 2 into 300 into 300 by distance എത്ര 1.5 into 10⁻⁻2 meter and you will get the answer. അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണെന്ന് പിന്നീട് നോക്കാം. എത്ര കിട്ടിക്കാണും? ഫോഴ്സ് എത്ര കിട്ടിക്കാണും? 10 കിട്ടുമല്ലോ, പെട്ടെന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. യെസ് 1.5 ന്യൂട്ടൺ വരുമായിരിക്കും അല്ലെ. 1.5 ആണോ 1.2 ആണെന്ന് തോന്നുന്നു. 1.2 ആണെന്ന് തോന്നുന്നു. മോർ കറക്റ്റ് 1.2 ന്യൂട്ടൺ. 1.2 ന്യൂട്ടൺസ് വരും. ഓക്കെ, ഫോഴ്സ് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ? ഫോഴ്സ് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ? ഫോഴ്സ് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ? ഓക്കെ, ഒത്തിരി പേർക്ക് 1.2 വന്നിട്ടുണ്ട്. കറക്റ്റ് ആണ്. എക്സാക്ട്ലി 1.2 തന്നെ വരും ആൻസർ. ഇവിടുത്തെ ഫോഴ്സ് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ? ഓക്കെ, റിപ്പൾസീവ് ആണെന്ന് പറയുന്നുണ്ട്. റിപ്പൾസീവ് എന്ന് പറയാൻ കാരണം എന്താ മലെ? സാറ് ബാറ്ററി എന്നല്ലേ പോകുന്നത്, അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ്. അതായത് കറണ്ട് നമുക്കറിയാം, ബാറ്ററിയിൽ നിന്ന് പോകുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും അല്ലെ. അതായത് സപ്പോസ് ഞാൻ ചുമ്മാ ഒരു ഫിഗർ വരയ്ക്കാം. ഇതാണ് ബാറ്ററി എന്ന് കരുതുക. ഇതാണ് ബാറ്ററി എങ്കിൽ ബാറ്ററിയുടെ ഒരു ടെർമിനലിൽ നിന്ന് ഇങ്ങനെ പോവാണെന്ന് കരുതുക. പോസിറ്റീവിനല്ലേ പോകുന്നത്, ഫ്ലോ ചെയ്യുന്നത്. പോസിറ്റീവ് പോകുന്നു, ഇങ്ങോട്ടാ വരുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ബാറ്ററിയിൽ നിന്ന് പോകുന്നു പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൾസീവ് ആയിരിക്കും. Since current in both the wires flows in opposite direction, the force is repulsive in nature. Repulsive ആയിരിക്കും. Okay, that's it. Okay, നമുക്ക് ടോർക്കുമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. ഒന്ന് ടോർക്ക് ഓൺ എ കറന്റ് ക്യാരിയിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ ഒന്ന് മൂവിംഗ് കോയിൽ. രണ്ടിലും ഏറ്റവും ഇമ്പോർട്ടന്റ് മൂവിംഗ് കോയിൽ ആണ്. നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ കൂടെ നോക്കിയിട്ട് ടോർക്കിന്റെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ശ്രദ്ധിക്കുക, ടോർക്ക് ഓൺ എ കറന്റ് ക്യാരിയിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ടോർക്കിന്റെ എക്സ്പ്രഷൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ടോർക്കിന്റെ എക്സ്പ്രഷൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? NIAB സൈൻ തീറ്റ ആണ്. ഒരു റെക്ടാങ്കുലർ കോയിൽ, സാധാരണ റെക്ടാങ്കുലർ കോയിലാണ്. കോയിലിന് കേട്ടാൽ മതി. ഒരു കോയില് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോർക്ക് ടോ ഈക്വൽ ടു NIAB സൈൻ തീറ്റ ആണ്. വേണമെങ്കിൽ ഇതിനെ ഒന്ന് ഓർഡറിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എബിൻ എന്ന് വേണം എഴുതാം. എബിൻ ഓർത്തോക്കാൻ, എബിൻ സൈൻ തീറ്റ എന്ന് ഓർത്താലും മതി. എബിൻ സൈൻ തീറ്റ. എബിൻ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ?
ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ NIAB സൈൻ തീറ്റ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എബിൻ സൈൻ തീറ്റ. അപ്പൊ ടോർക്കിന്റെ എക്സ്പ്രഷൻ ഓർത്ത് വെച്ചാൽ മതി. എബിൻ സൈൻ തീറ്റ, എബിനെ ഓർത്താൽ മതിയാവും. ഓക്കെ, അങ്ങനെയെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കോയിൽ ഓഫ് 10 ടേൺസ്, 10, അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ കോയിൽ ഓഫ് 10 ടേൺസ് ആൻഡ് ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ, 5 സെന്റിമീറ്റർ സ്ക്വയർ, has a magnetic moment of 4 into 10 raised to minus 8, 4 into 10 raised to minus 8 ampere meter square. Ampere meter square, and experiences a maximum torque of 2 into 10 raised to minus 8, 2 into 10 raised to minus 8 Newton meter when placed in a uniform magnetic field. Okay, calculate the current in the coil, and the magnetic induction. Calculate the current in the coil and the magnetic induction. മാക്സിമം ടോർക്ക് എന്ന് പറയുമ്പോൾ നോക്കി, മാക്സിമം ടോർക്ക് എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ എത്രയാ? 1 വരും അല്ലെ? എബിൻ സൈൻ തീറ്റ എന്നാണല്ലോ അല്ലെ? ടോർക്ക് ടോ ഈക്വൽ ടു എബിൻ സൈൻ തീറ്റ. മാക്സിമം എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ 1 എന്നർത്ഥം, സൈൻ 90 ആണ്. അപ്പം എബിൻ എടുത്താൽ മതി. ടോർക്ക് ടോ ഈക്വൽ ടു എബിൻ, ABIN എന്നെടുത്താൽ മതിയാവും കേട്ടോ. സൈൻ തീറ്റയ്ക്ക് സൈൻ 1 കൊടുത്തേക്ക്, സൈൻ തീറ്റയ്ക്ക് ഫുൾ 1 കൊടുത്തേക്ക് മാക്സിമം ആയതുകൊണ്ട്. ടോർക്ക് മാക്സിമം ടോർക്ക് എന്ന് പറയുമ്പോൾ എബിൻ യൂസ് ചെയ്താൽ മതി. ഉണ്ടോ ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടോ നോക്കിയേ, N ഉണ്ടോ നോക്ക്, നമ്പർ ഓഫ് ടേൺസ് ഒക്കെ ഉണ്ടോ നോക്ക്. നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും. കറണ്ട് തന്നിട്ടില്ല. ഏരിയ ഉണ്ടോ? ഏരിയയും ഇല്ല. സോ ഹൗ വിൽ യു സോൾവ്? എബിനകത്തെ പലതും ഇല്ല, ഏരിയയും ഒന്നും ഇല്ല, ഡയറക്ട്ലി തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സോ വാട്ട് വിൽ വി ഡു? പക്ഷെ ഒരു കാര്യമുണ്ട്, മാഗ്നറ്റിക് മൊമെന്റ് തന്നിട്ടുണ്ട്, അതൊരു ഹിന്റ് ആണ് കേട്ടോ. നോക്ക, എബിൻ സൈൻ തീറ്റ അല്ല, സൈൻ തീറ്റ സാർ ഇപ്പൊ 1 ആക്കി എടുക്കുകയാണ്. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചായിരുന്നു, മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല IA, റൈറ്റ്? IA അല്ലേ? N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ NIA എന്ന് എഴുതാം, N നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ NIA എന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു N ഉണ്ട്, ഒരു I ഉണ്ട്, ഒരു A ഉണ്ട്. അപ്പൊ ടോ ഇസ് ഈക്വൽ ടു N-നും I-ക്കും A-ക്കും പകരം M എന്ന് സാർ എഴുതിക്കോട്ടെ. യെസ് സർ. അപ്പൊ എനിക്ക് N-നും I-ക്കും A-ക്കും പകരം M എഴുതണമെങ്കിൽ MB എന്ന് എഴുതാം അല്ലെ? MB എന്ന് എഴുതാമല്ലോ, പറ്റില്ലേ? പറ്റുമോ? പറ്റും. നമുക്ക് വേണ്ടത് കറണ്ടാ അല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, M is equal to NIA നിങ്ങൾക്ക് അറിയാം. ഒറ്റ സെക്കൻഡ് അങ്ങനെ കൊടുക്കാൻ പറയട്ടെ, അതിനൊക്കെ എളുപ്പമുണ്ട്. M is equal to NIA ആണ്. ഈ M ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 4 into എത്രയാ? 10 raised to minus 8 അല്ലേ? 4 into 10 raised to minus 8 അല്ലേ? അല്ലേ? അതെ സർ. അപ്പൊ നമുക്ക് I അതിൽ നിന്ന് കണ്ടുപിടിക്കാം. I is equal to 4 into 10 raised to minus 8 by N ചെയ്താൽ പോരെ? N ഉണ്ടല്ലോ, 10 എന്നുണ്ട്, ഏരിയ ഉണ്ട് 5 സെന്റിമീറ്റർ സ്ക്വയർ, അതിനെ മീറ്റർ സ്ക്വയർ ആക്കി ചെയ്തേ. അപ്പൊ I കണ്ടുപിടിക്കുക, അതാ എളുപ്പം. 5 into 10 raised to minus 8 by N-ന് പകരം 10 കൊടുക്കുക, ക്വസ്റ്റിനകത്തുണ്ട്. ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ ആണ്.
അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 10⁻⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്യാൻസൽ ചെയ്ത ആൻസർ കിട്ടും. എത്ര കിട്ടുമെന്ന് നോക്കി, ഐ എത്ര കിട്ടുമെന്ന് നോക്ക. സ്റ്റെപ്സ് കിട്ടിയോ? മനസ്സിലായോ പറഞ്ഞേ? യെസ് സർ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് അവിടെ ഉണ്ടാവും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഒരു ഹിന്റ് എക്സാമിനർ അവിടെ വെച്ചിട്ടുണ്ടാവും, അല്ലാതെ അയാൾ ഒന്നും ചെയ്യത്തില്ല. എത്ര കിട്ടി? 8 × 10⁻⁻6 ആംബിയർ വല്ലതും ആണോ കിട്ടുന്നത്? ഒന്ന് നോക്കാവോ? 8 × 10⁻⁻6 ആംബിയർ വല്ലതും കിട്ടുമോ എന്നൊന്ന് നോക്കണേ. വരും അല്ലെ? 8 × 10⁻⁶ വരും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് വേണ്ടേ? മാഗ്നറ്റിക് ഫീൽഡ് അത് ഞാൻ കണ്ടുപിടിച്ചോ. ടോർക്ക് ടോ ഈക്വൽ ടു എബിനി എന്ന് കണ്ടുപിടിച്ചോ. ബി ഇസ് ഈക്വൽ ടു ടോ ഇസ് ഈക്വൽ ടു എബിൻ അല്ലേ? അതിന് ബി അങ്ങ് എടുത്താൽ മതി. ബി ഇസ് ഈക്വൽ ടു ടോ ബൈ എ ഐ എൻ ചെയ്താൽ മതിയേ. എല്ലാം ഉണ്ടല്ലോ, ടോ ബൈ എ ഐ എൻ ചെയ്തോ. എ ഉണ്ട്, ഐ ഉണ്ട്, എൻ ഉണ്ട്, കൊടുത്താൽ മതി. യു വിൽ ഗെറ്റ്. എത്ര കിട്ടി? മാഗ്നറ്റിക് ഫീൽഡ് എത്ര കിട്ടി? ടോ ബൈ ടോ ഉണ്ടല്ലോ, ടോർക്ക് ഉണ്ടല്ലോ, 2 × 10⁻⁸ ഉണ്ട്. ഇനി ഈ എൻ ഐ എ ചെയ്തൊന്നും നോക്കണ്ട കേട്ടോ. എൻ ഐ എ ഇസ് ആക്ച്വലി എം. ടോ ബൈ എൻ ഐ എ. മക്കളെ, എൻ ഐ എ എന്ന് പറഞ്ഞാൽ എം ആണ്. ഈ എമ്മിന്റെ വാല്യൂ ഡയറക്റ്റ് കൊടുത്താൽ മതി, വീണ്ടും ചെയ്തെടുക്കണ്ട. എൻ ഐ എ ക്വസ്റ്റിനകത്തുണ്ട്. എൻ ഐ എ ഇസ് എം, എം ഈസ് 4 × 10⁻⁻. അത് കൊടുത്താൽ മതി കേട്ടോ, വെറുതെ ചെയ്ത് നോക്കൊന്നും വേണ്ട. ചില പിള്ളേർ വീണ്ടും പോകും 10 × I × A × വേണ്ട. There is no need. It is in the question. Torque is in the question as 2 × 10⁻⁸. NIA is also in the question 10⁻⁸. 4 × 10⁻⁸. 2/4 എന്നല്ലേ വരിക? That is 1/2 അല്ലേ? 0.5 ടെസ്ല എന്നല്ലേ മക്കളെ വരുന്നേ? 0.5 ടെസ്ല എന്നല്ലേ വരിക? അങ്ങനെ വരും, അങ്ങനെ വരും. ഓക്കെ, 0.5 ടെസ്ല എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത്ര ക്വസ്റ്റിനകത്ത് ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഇതിപ്പോ ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ കാര്യമൊക്കെ നിങ്ങളോട് പറയാം കേട്ടോ. ഞാൻ മാത്രം പറയുമ്പോ എനിക്ക് ബോറടിക്കും. നിങ്ങൾക്കൊന്നും ചോദിക്കാനൊന്നുമില്ല എന്നോട്? ഒന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. ഇനി ഒരു സെഷൻ കൂടെ ഉള്ളൂ, നമുക്കത് അതോടെ പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ. ക്വസ്റ്റിന് പിന്നെ ഒരു സെഷൻ കൂടെ മതി, തീരും. ഓക്കെ, പറഞ്ഞാട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സംഗതിയിലേക്ക് പോകാം.
അങ്ങനെയെങ്കിൽ നമുക്ക് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററും ഗാൽവനോമീറ്ററിന്റെ കൺവേർഷനോ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂവിങ് കോയിലുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിസത്തിൽ 2 ക്വസ്റ്റ്യൻസ് ഇടുന്ന വർഷങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും MCGയിൽ നിന്നോ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൽ നിന്നോ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻടു അമ്മീറ്റർ അല്ലെങ്കിൽ വോൾട്ട് മീറ്ററിലോ ഒക്കെ ചോദിക്കാറുണ്ട്. ഇതിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ 5 ഇക്വേഷൻസ് ഓർത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ, നമ്മൾ ബയോട്ട് സവാർഡോയിൽ ഓർത്ത് വെച്ച പോലെ ഒരു 5 ഇക്വേഷൻസ് ഓർത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഡു പ്രോബ്ലംസ് ഫ്രം ദിസ് സെക്ഷൻ. ഫസ്റ്റ് അറിഞ്ഞു വെക്കേണ്ടത് ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ അളവാണ്. മറന്നു പോകരുത്, കറണ്ട് K5/NBA ആണ്. K5/NBA കേട്ടോ, K5/NBA. നോട്ട് ചെയ്തോ? യെസ് സർ. ഓക്കെ, ഇതാണ് കറണ്ട്. രണ്ടാമത്തെ കറണ്ട് സെൻസിറ്റിവിറ്റി ആണ് കേട്ടോ. കറണ്ട് സെൻസിറ്റിവിറ്റിക്ക് പ്രത്യേകിച്ച് സിമ്പിൾ ഒന്നും ഞാൻ എഴുതില്ല, കറണ്ട് സെൻസിറ്റിവിറ്റി തന്നെ എഴുതാം. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒന്നുമില്ല, NBA/K ആണ്. NBA/K. NBA/K. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, കറന്റ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ ആണ് ഇത്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ NBA/KR എന്ന് വരും കേട്ടോ. കെയുടെ കൂടെ ഒരു റെസിസ്റ്റൻസ് ഫാക്ടർ കൂടെ വരും. ഓരോന്നൊന്നും നമുക്ക് നോക്കാം. KR എന്ന് വരും. ഈ 3 ഇക്വേഷൻസ് കിട്ടിയോ? കറണ്ട് കിട്ടിയോ? കറന്റ് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, അത്രയും കാര്യം കിട്ടിയായിരുന്നോ? ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, എങ്ങനെയാ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കുന്നത്? എങ്ങനെയാ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു അമ്മീറ്റർ? എങ്ങനെയാ? ബൈ കണക്ടിങ് എ വെരി സ്മോൾ റെസിസ്റ്റൻസ് കോൾഡ് ഷണ്ട് റെസിസ്റ്റൻസ് പാരലൽ വിത്ത് ഇറ്റ്. ആണോ? അതായത് വളരെ ചെറിയ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്ന വളരെ ചെറിയ റെസിസ്റ്റൻസിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് ഗാൽവനോമീറ്ററിനെ എന്താക്കി മാറ്റാം? അമ്മീറ്റർ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കണമെങ്കിൽ നമുക്ക് ഷണ്ട് വേണം. ആ ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല മറക്കരുത്. IG, ഗാൽവനോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, G, ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ്, ബൈ I-IG. ഈ ഫോർമുല നമ്മുടെ മനസ്സിലുണ്ടാവണം. S is equal to IgG/I-IG. ഇനി എങ്ങനെ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഹൈ റെസിസ്റ്റൻസിനെ സീരീസിൽ കണക്ട് ചെയ്യണം. ആണോ? ആ ഹൈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല കൂടെ മറക്കരുത്. ഇത് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. ടു കൺവേർട്ട് ഇൻടു അമ്മീറ്റർ, ഇത് കൺവേർട്ട് ടു വോൾട്ട് മീറ്റർ. ഇത്രയും ഫോർമുല വേണം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാൻ അറിയാമല്ലോ. ഇഫ് യു വാണ്ട് ടു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ സർക്യൂട്ട്, ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കണമെങ്കിൽ ചില ലാബിലൊക്കെ ചെയ്ത് കാണും. ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് ഷണ്ട് എന്ന് പറയുന്ന വളരെ ചെറിയ റെസിസ്റ്റൻസ് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഈ സർക്യൂട്ട് ഇപ്പൊ എന്തായിട്ട് പ്രവർത്തിക്കുന്ന അറിയാമോ? ഒരു അമ്മീറ്റർ ആയിട്ട് പ്രവർത്തിക്കും. ഈ സർക്യൂട്ട് എന്തായിട്ട് പ്രവർത്തിക്കും? ഒരു അമ്മീറ്റർ ആയിട്ട് പ്രവർത്തിക്കും. ഇനി ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കണേ, ഗാൽവനോമീറ്ററിലേക്ക് സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ മതി. ഗാൽവനോമീറ്റർ എന്തായിട്ട് മാറും? വോൾട്ട് മീറ്റർ ആയിട്ട് മാറും. ഈ 2 കാര്യം പിടികിട്ടിയോ നിങ്ങൾക്ക്? അങ്ങനെ ഇവിടെ ഷണ്ട് ചെയ്യാനായിട്ട് കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇത്. സെക്കൻഡ് കേസ് വോൾട്ട് മീറ്ററിന്റെ കേസിലെ R ഹൈ റെസിസ്റ്റൻസ്. പിടികിട്ടുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ 5 ഇക്വേഷൻസ് ഒന്ന് വേഗത്തിൽ നോക്കി.
മക്കളെ മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ വേണം കേട്ടോ. എന്ത് പറഞ്ഞാലും ബയോട്ട് സവാർട്ട് മറക്കരുത്. പിന്നെന്താ, ബയോട്ട് സവാർട്ട് ലോ 5 ഇക്വേഷൻ മറക്കരുത്. മൂവിങ് കോയിൽ മറക്കരുത്. ബാക്കിയൊക്കെ നിങ്ങൾ, ഞാനൊന്നും വിട്ടുകളയാൻ പറയുകയല്ല, എല്ലാം പഠിക്കണം. നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, കുറേശ്ശെ എടുത്ത് പഠിക്കാൻ സമയമുണ്ട്. എന്നാലും ഒരിക്കലും MCG എന്ന് പറയുന്ന ടോപ്പിക്ക്, ബയോട്ട് സവാർട്ട് ലോയെ, ആംബിയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും മറന്നു പോകല്ലേ. മറന്നു പോയിട്ട് ചിലപ്പോൾ അവിടെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാത്തതുകൊണ്ട് പല സംഗതി നഷ്ടപ്പെട്ടു പോകും കേട്ടോ. സർ, എന്തോ മോനെ ചോദിക്കടാ. ആദ്യത്തെ ഇക്വേഷൻ I is equal to K5 divided by NBA യില് K ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാ മോനെ? പറഞ്ഞുതരാം. K എന്ന് പറഞ്ഞാൽ ടോർഷണൽ കോൺസ്റ്റന്റ് ആണ് മോനെ. K വിളിക്കുന്ന പേര്, K is actually a constant and the particular constant is called torsional constant. ഓക്കെ ഓക്കെ സാർ. സാർ ഓരോന്നും പറഞ്ഞു തരാം സാറേ. ഫൈ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അവിടെ ഫോം ചെയ്ത ടോർഷണൽ ആംഗിൾ ആണ് കേട്ടോ. എന്നോട് ഇപ്പൊ ചോദിച്ച ആരാ, പേരെന്തുവാ? ലിയോൺ. ഓക്കെ ലിയോൺ, നല്ല ക്വസ്റ്റ്യൻ ആണ്. K എന്താണെന്ന് സാർ മനഃപൂർവ്വം പറയാനിതാണ്, ആരെങ്കിലും ചോദിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയേ. സാറിന് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നിങ്ങൾ ചോദിക്കും, ഇങ്ങോട്ട് ചോദിക്കുമോ എന്ന് അറിയാൻ വേണ്ടി പല കാര്യവും പറയുകയല്ല. നിങ്ങൾ അത് പറഞ്ഞില്ലെങ്കിൽ മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞു തരും. ലിയോൺ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണം കേട്ടോ. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പഠിച്ചത് എവിടെ മോനെ? കടനാട് സെന്റ് സെബാസ്റ്റ്യൻസ്. സെന്റ് സെബാസ്റ്റ്യൻസ് അല്ലേ? യെസ് സർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ റെക്ടാംഗുലർ കോയിൽ ഓഫ് ഏരിയ, ശ്രദ്ധിച്ച് കേട്ടോ, എ റെക്ടാംഗുലർ കോയിൽ ഓഫ് ഏരിയ 0.0005, 0.30 ഉണ്ട് കേട്ടോ, 5 meter square is to rotate about one of its vertical sides. The coil has 90 turns. The coil has 90 turns and is in a radial horizontal field. Radial horizontal field of 60 into 10⁻⁻⁴ Tesla. Tesla. മക്കളെ ഒരു സെക്കൻഡ്. ഞാൻ ബാക്കി പറയുവാണ്. എവിടെ എഴുതിയത്? 60 into 10⁻⁴ ടെസ്ല വരെയല്ലേ എഴുതിയത്? അതെ. If a current of 0.2, ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് പറ്റി, അതാണ് നോക്കിയത്. കാര്യം
ആ ക്വസ്റ്റൻ ഇങ്ങനെ ആക്കണം. ഇഫ് എ കറണ്ട് ഓഫ് 0.2 into 10⁻³ ആംപിയർ, if a current of 0.2 into 10⁻³ ampere produces a deflection of pi by 10 radian, ഒരു കോമ ഇട്ട് calculate the torsional constant for the coil. ടോർഷണൽ കോൺസ്റ്റന്റ് ഫോർ ദ കോയിൽ. അപ്പൊ എന്തായിരിക്കും K ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഉണ്ട് I is equal to K∅/NBA എന്നാണ്. You have to form an equation for K from that equation. That becomes it is NIAB. NIAB is our Ebin by 5 എന്ന് വരും അല്ലേ. Ebin by 5 എന്ന് വരും. Put the values. You have all values with you. N is 90 and B is given there 60 into 10⁻⁴ Tesla. I is given there. Area is given there. Phi is given there. Phi ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ട്. Pi by 10. Pi by 10 എത്ര മക്കളെ? Pi by 10 എന്ന് പറയുമ്പോൾ എത്ര വരും? 180/10 18 വരും കേട്ടോ. Pi by 10 അവർ പറഞ്ഞാലും അവർ നമ്മളെ ചുമ്മാ കൺഫ്യൂഷൻ അടുപ്പിക്കാനൊക്കെ പറയുന്നത്. Pi 180 അല്ലേ? സോ Pi 180 അല്ലേ പിള്ളേരെ? അപ്പൊ 180/10 ചെയ്താൽ മതി. അപ്പം 18 എന്ന് വരും. 5ക്ക് പകരം നിങ്ങൾ 18 കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുട്ട് ചെയ്താൽ മതി. എല്ലാ SI സിസ്റ്റത്തിലായതുകൊണ്ട് കൺവേർഷൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് ആൻസർ കിട്ടും. ഒരു കുഴപ്പമില്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. മോനെ 0.0005 ആണ് ഏരിയ. അത്ര മീറ്റർ സ്ക്വയർ തന്നെ. അപ്പൊ നമ്മൾ വറീഡ് ആവണ്ട. എത്ര കിട്ടും? 90 into 60 into 10⁻⁴ into 2 into 10⁻⁴ into 0. അതിന്റെ ഓർഡർ ഒന്നും കുഴപ്പമൊന്നുമില്ല. 0.005/18 എന്നൊക്കെ വരും. എത്ര വരും? -4 -8 വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 90-ലെ 0യും 60-ലെ 0യും ഒക്കെ കളാം. അങ്ങനെ കളഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് നോക്ക്. ആൻസർ എത്ര മക്കളെ കിട്ടുന്നത്? 3 into 10⁻⁹ വല്ലതും വരുമോ? ആ വരും. ജോർജിന് കിട്ടി. ജോർജ് ഉണ്ടോ അവിടെ? ജോർജ് മാത്യു കേൾക്കുന്നുണ്ടോ? മോനെ കിട്ടിയോ? 3 into 10⁻⁹ ചെയ്ത് കിട്ടിയോ? ജോർജ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആനക്കല്ല. സ്കൂളിന്റെ പേര് സെന്റ് ആന്റണീസ്. സാപ്സ് ആണോ? അത് ഞങ്ങളുടെ സ്കൂളാണല്ലോ, സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂള്. അതെ സാർ. ആ ജുജുവിന് കിട്ടിയോ? 3 into 10⁻⁹ കിട്ടിയോ? ഉണ്ടോ? ഇവിടെ ഉണ്ടോ? കിട്ടി. ഓക്കെ. മോളെ സ്കൂളിൽ പഠിക്കുന്നു? സെന്റ് മേരീസ് ഭരണങ്ങാനം.
സെന്റ് മേരീസ് ഭരണങ്ങാനം. ഓക്കെ ഓക്കെ. വിഷ്ണുവിന് കിട്ടിയ വിഷ്ണു ശരിയാ കേട്ടോ. 30 × 10⁻10 തന്നെയാ 3 × 10⁻9. വിഷ്ണു ഉണ്ടോ അവിടെ? മോൻ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഞാൻ പ്ലാഷണൽ. ക്ലാസ്സിലെയോ? അതേതാ? സെന്റ് ആന്റണീസ്. സെന്റ് ആന്റണീസ്. പ്ലാഷണൽ. ഓക്കെ ഓക്കെ. സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളാ അല്ലേ? അല്ല, സെന്റ് ആന്റണീസ് HSS പ്ലാഷണൽ. HSS ആ. ഓക്കെ. സ്ഥലം ഏതായിരുന്നു? പ്ലാഷണൽ. ഇവിടെ പണിക്കപ്പാലം മിൻഡോ സാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി മോനെ, ശരി ശരി ശരി. ഓക്കെ. ഇല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നവരുടെ പേര് വെറുതെ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതുകൊണ്ട് കമന്റ് ചെയ്യാതൊന്നും ഇരിക്കണ്ട. സാറിന് ഈ പേര് ചോദിച്ചു അല്ലെങ്കിൽ ചുമ്മാ ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടായോ? യെസ് യെസ് യെസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം 3 × 10⁻9 കിട്ടിയോടോ? ബാക്കിയുള്ളവരോടെ ചെയ്യുന്നു നോക്കണേ. ഓക്കെ. ഞാൻ ഇന്ന് അത്ര ക്വസ്റ്റിനെ ചെയ്യിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ എന്തെങ്കിലും പറ. ഒരു 5 മിനിറ്റ് സമയമുണ്ട്. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറ. ഓക്കെ. കമന്റ് ചെയ്യേ. കിട്ടിയവരൊക്കെ കമന്റ് ചെയ്യും കേട്ടോ. സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മെനി ഓഫ് യു ഹാഡ് ഗോട്ട് ദ ആൻസർ. സർ ചോദിക്കും മോളെ. സർ, ഈ ക്വസ്റ്റിന് സബ്സ്റ്റിറ്റ്യൂഷൻ വന്ന ഒന്നും കൂടെ പറയാമോ? മോനെ പറയാമല്ലോ. സാറേ എഴുതി കാണിക്കാമല്ലോ. നമുക്ക് മോനെ നമ്മുടെ ഇക്വേഷൻ I = K∅/NBA നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അല്ലെ? നമുക്ക് K ആണ് വേണ്ടത്. K വേണ്ടപ്പോ ഈ ടേം അങ്ങോട്ട് പോയി. ഈ ടേമിനെ സാർ അങ്ങോട്ട് കൊണ്ടുപോ ഓർഡറിലാക്കുവാണ്. എബിൻ ആക്കുവാണ്. ആ 5 ഇങ്ങ് താഴെ വന്നു. നമുക്ക് ഓരോന്ന് കൊടുത്തു നോക്കാം. ഏരിയ എത്രയാ? 0.0005. മാഗ്നറ്റിക് ഫീൽഡ് എത്ര ആയിരുന്നു സാർ? ഓർക്കുന്നില്ല. 60 ആണ്. 60 × 10⁻⁻4 ആണ്. കറണ്ട് എത്രയായിരുന്നു? 2 ആയിരുന്നു. 2 × 10⁻⁻4. നമ്പർ ഓഫ് ടേൺസ് എത്രയായിരുന്നു? 90 ബൈ 5 എത്ര? 18. സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടിയ മോളെ? കിട്ടിയ മോളെ? ആരാ അവിടെ വർത്താനം പറയുന്ന? ആരാ എല്ലാത്തിനെയും പിടിച്ച് ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്? ആരാ അത്? ഫൗസിയാന്ന് തോന്നുന്നു. ആണോ? ഫൗസിയ ഉണ്ടോ അവിടെ? മോൾ ആരെയാ ശരിയാക്കുന്നേ? സാറേ, അനിയത്തി ഇടയ്ക്ക് ഒരു അലമ്പാൻ വന്നതാ. അനിയത്തി അലമ്പുണ്ടാക്കുക? ക്ലാസ്സിനിടയിൽ അവൾ അലമ്പുവാണോ? അത് ശരി. അവളെ ശരിയാക്കിയേ പറ്റൂ. മോളെ സ്കൂളിലാണ് പഠിക്കുന്നേ? ഞാൻ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈരാറ്റുപേട്ട. ഓക്കെ. ശരി മോളെ, ശരി ശരി. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ സാറിനെ ശരിയാക്കണം എന്നൊക്കെ പറയുമായിരിക്കും അവിടെ നിന്ന് കരുതുക. അങ്ങനെയല്ല സാർ. അങ്ങനൊന്നും ഇല്ല. ഇല്ല. ഓക്കെ. ഫൗസിയ പഠിക്കാനൊക്കെ മിടുക്കിയാണോ? വലിയ കുഴപ്പമില്ല സാർ. വലിയ കുഴപ്പമില്ല. ഇല്ല. മിടുക്കിയാന്നൊന്നും പറയണ്ട അല്ലേ? അതെ സാർ. ചെയ്ത് നോക്കണേ. സാറെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണേ. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് ചെയ്യിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതിന്റെ തിയറിയും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് എല്ലാം തീർന്നു. മാഗ്നസ് നമ്മൾ തിയറിയും ഓരോ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ട് ചെയ്തു പോകാൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് പഠിപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോടോ? നോ സർ. ഒന്നുമില്ല. ഓക്കെ. എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും കാര്യം പ്രത്യേകമായിട്ട് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. സാർ ഒന്ന് ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്ത് തന്നാൽ മതി എന്നായിരിക്കും അല്ലേ? എന്തെങ്കിലും പറയാനുള്ളവരുണ്ടോ എന്ന് പറയണേ. ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? ഇല്ലെങ്കിൽ സാറ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ചെയ്തോട്ടെ. ഓക്കെ. താങ്ക് യു. And we will meet in the next class. ഞാൻ അടുത്ത ക്ലാസ്സിൽ തിയറി എല്ലാം പഠിച്ചിട്ട് വരണേ. തിയറി പഠിച്ചിട്ട് വരണം. താങ്ക് യു സാർ. All the best.
താങ്ക് യു സാർ. താങ്ക് യു സാർ.